നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി. അവന്റെ വിശേഷതയാണ് അവിടുന്ന് അത്ഭുത മന്ത്രി. വീരനാം ദൈവം. വീരനാം ദൈവം. നിത്യപിതാവ്. നിത്യപിതാവ്. സമാധാനത്തിന്റെ പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സ്തോത്രം. എല്ലാ പദങ്ങളും എടുത്ത് സംസാരിക്കാൻ തുനിയുന്നില്ല. ആദരണീയരായ കർത്തൃദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. വിശേഷിച്ച് ഈ കുണ്ടറ പ്രദേശത്ത് ഇതിനോടടുത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ആദരണീയരായ കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ അടുത്ത് അമ്പിപ്പൊയ്കയിലെ ബേജാൻ്റെ കുടുംബമായിട്ട് വളരെ ഏറെ വർഷത്തെ ആത്മീക ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, ഒരു സഹോദരൻ ബ്രദറൻ ചർച്ചിലെ പ്രധാനപ്പെട്ട ആളാണ്. അങ്ങനെ ആ വീടുകളുമൊക്കെ ആയിട്ട് അടുപ്പമുണ്ട്. തന്നെയല്ല ഈ ദേശത്തുള്ള അനേക ദൈവമക്കളുമായിട്ട് ആത്മീക ബന്ധമുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്താണ് വായിച്ചത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിന്റെ വിശേഷതയാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് ഇന്ന് രാത്രി സംസാരിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ഒന്ന്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിന്റെ ജനനത്താൽ മാനവജാതിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ആ ശിശുവിന്റെ വിശേഷത താഴോട്ട് പറഞ്ഞു വരുമ്പോൾ കൊടുത്തിരിക്കുകയാണ്. ആ ശിശുവിന്റെ വിശേഷത അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ഈ രണ്ട് വിഷയങ്ങൾ ദൈവകൃപയെ ശരണപ്പെട്ട് ലഭിച്ച സമയത്തിൽ സംസാരിപ്പാന് കർത്താവ് ശരണപ്പെടുന്നത്. ലോകമെല്ലാം ഇന്ന് യേശു ജനിച്ചു എന്നുള്ള വിഷയത്തിൽ സന്തോഷിക്കുകയും ആർക്കുകയൊക്കെ ചെയ്യുകയാണ്. പലർക്കും പല നിലകളിൽ ആ സന്തോഷമെന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ സന്തോഷം കൂടിയത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ തന്നെ ബ്ലോക്കായിരുന്നു. എല്ലാവരും കണ്ടമാനം അങ്ങ് സന്തോഷിക്കുന്നു. സന്തോഷിച്ച് വണ്ടിയുടെ മുന്നോട്ടാണ് വന്ന് വീഴുന്നത്. സന്തോഷം കണ്ടമാനമായി യേശു ജനിച്ചതുകൊണ്ട്. എന്നാൽ പരമാർത്ഥം യേശു ഇന്നല്ല ജനിച്ചത്, ഇന്നലെയല്ല. അത് വേറൊരു വിഷയം, അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പൊ അത് തർക്കത്തിനെടുക്കുന്നില്ല. ഒരു പാട്ടുണ്ട്, ധനുമാസം കുളിരാ ധനുമാസത്തിലൊന്നും അല്ല ജനിച്ചത്. മാമ അത് ഓർക്കുന്ന ഏത് വരിയാന്നായിരിക്കും. കണ്ടവിടെ ഇങ്ങനെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ജനിച്ചു. ഇവിടെ പ്രവാചകൻ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ജനിക്കുന്നതിന് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്താ വായിച്ചത്. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, യെശയ്യാ പ്രവാചകൻ അദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകനാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ അവിടുത്തെ 1000 ആണ്ട് വാഴ്ചയും അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയും അതിനുശേഷമുള്ള 1000 ആണ്ട് വാഴ്ചയും നിത്യതയുമെല്ലാം അടുക്കടുക്കായിട്ട് ആത്മാവിൽ കണ്ട് ദർശിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്നുകൂടി വേദപഠിതാക്കൾ വിശേഷണ നാമത്തിൽ അറിയിക്കുന്നുണ്ട്. കർത്താവിന്റെ മഹത്വം. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ തൻ്റെ എല്ലാ കാര്യങ്ങളും ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അപ്പോൾ ഇദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകനാണ്. എന്താ സുവിശേഷം? സുവിശേഷം മറ്റൊന്നുമല്ല, കർത്താവാകുന്ന യേശുക്രിസ്തു ഒരു വ്യക്തി. ആ വ്യക്തി മാനവ രാശികളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു. പിന്നെ നമ്മുടെ യോഗം എപ്പോഴാണ് നിർത്തണ്ടേ? പ്രസംഗം എപ്പം നിർത്തണം?
9 വായിച്ചു കറക്റ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. സുവിശേഷം മതം മാറ്റുകയല്ല. സ്തോത്രം. നമ്മുടെ നോട്ടീസിലൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് മതപ്രസംഗം എന്നല്ലല്ലോ. നമ്മുടെ നോട്ടീസ് എന്ത് നോട്ടീസ് ഉണ്ടായിരുന്നു? അതാ ഞാൻ കണ്ടില്ല ഇപ്പോഴാ, ഞാനിവിടെ ഒന്ന് കാണട്ടെ എന്നാന്ന്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കുണ്ടറ ഒരുക്കുന്ന ക്രിസ്മസ് ദിന സമാധാന സന്ദേശമാണ്. മതപ്രസംഗം എന്നില്ല, ഇത് മതപ്രസംഗമല്ല. സ്തോത്രം. ഇത് സുവിശേഷ പ്രസംഗമാണ്. മതപ്രസംഗമാണെങ്കിൽ ആ മതത്തിലുള്ളവർ മാത്രമാ കൂടുതലും കൂടുന്നത്. അതല്ലെങ്കിൽ ആ മതത്തിലോട്ട് മറ്റുള്ളവരെ ചേർക്കണം. അതിനാ മതപ്രസംഗം. ഇത് മതപ്രസംഗമല്ല, ഇത് സുവിശേഷ പ്രസംഗമാണ്. അതെന്താ? സുവിശേഷം ഒരു വിഭാഗത്തിന്റെ, ഒരു മതത്തിന്റെ, ഒരു സംഘടനയുടേതല്ല. സുവിശേഷം മുഴു ലോകത്തിനുമുള്ളതാണ്. നീ ഏത് ജാതിയിലും മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, എല്ലാവർക്കും സുവിശേഷം ആവശ്യമാണ്. അപ്പൊ സുവിശേഷം മതപ്രസംഗമല്ല, സുവിശേഷം മാനവരാശിയെ രക്ഷിക്കുന്ന മാർഗമാണ്. ദൈവത്തിന്റെ മഹത്വം അത് അധികം വിവരിക്കുന്നില്ല. അപ്പോൾ ആ സുവിശേഷം അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്ന ഞങ്ങളുടെ സുവിശേഷം. ഈ സുവിശേഷത്തെ നശിപ്പിക്കുവാൻ ധാരാളം ആൾക്കാർ ഒരുമ്പെട്ടിട്ടുണ്ട്. അവർക്ക് കോട്ടം വന്നതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടം വന്നിട്ടില്ല. സുവിശേഷത്തിന് നേട്ടം തന്നെ വന്നിട്ടുള്ളൂ. ഇനിയും ഇത് നേട്ടമേ ഉണ്ടാവും. കാരണം ഈ സുവിശേഷം ചത്ത് അടിഞ്ഞ് തീർന്ന മാർഗമല്ല, ഇത് ഉയർത്ത് ജീവിക്കുന്ന മാർഗമാണ്. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം ഇപ്പോഴും അതിൻ്റെ ജയഭേരി മുഴക്കി മുന്നേറിക്കൊണ്ടിരിക്കുക. ഈ സുവിശേഷത്തെ ആര് അംഗീകരിക്കും, ആര് വിശ്വസിക്കും, ആര് ഏറ്റെടുക്കും, അവർക്കും അവരുടെ കുടുംബത്തിനും അവൻ അനുഗ്രഹവും വിടുതലുമാണ്. അതനുഭവിക്കുന്നവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ വന്നോ ആ വ്യക്തിക്ക് സമൂലമായ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വരുത്തും, മാറ്റം വരും. അതാ സുവിശേഷത്തിന്റെ ശക്തി. സുവിശേഷം ഒരു വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ അരാജകത്വം, തകർച്ചകൾ, പരാജയങ്ങൾ തുപ്പട മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രിയും മാറും. സുവിശേഷം ഒരു ദേശത്തെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ മുഖച്ഛായ മാറും. സ്തോത്രം. ഇത് സുവിശേഷത്തെ കൊണ്ടേ സാധിക്കൂ. സ്തോത്രം. അജ്ഞാനാന്ധത ആകയകറ്റും വിജ്ഞാന കതിർ വീശും. അജ്ഞാനാന്ധത ആകയകറ്റും വിജ്ഞാന കതിർ വീശും. വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം
ഉത്തമ സോദരരാകും വിമല മനോദര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം വിമല മനോദര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം ഓ എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാന് ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ശീലം പാടും. അപ്പം എൻ്റെ പാടുകല്ല, ഞാൻ പറയുക, ഇവരാ നന്നായിട്ട് പാടുന്നേ. അപ്പം അങ്ങനെ പറയുമ്പം പറയുന്നത് എന്താന്ന് വ്യക്തമായിട്ട് ജനത്തിന് കേൾക്കത്തക്ക വിധത്തിൽ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. എനിക്കത് അറിയത്തില്ല എന്നെ അങ്ങനെ പറയുന്നെന്ന്. അത് എനിക്കറിയാൻ മേലെന്ത് നിങ്ങളുടെ യുക്തത്തിന് ചെയ്തോണം. പക്ഷേ ഞാൻ പാടുകല്ല പറയുക, ആ വരികള് പദം അതെന്തുവാന്ന് ഇവർക്ക് ക്ലിയറായിട്ട് മനസ്സിലാകണം. കാരണം അതിനകത്തും ദൂതുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പേര് ശ്യാമ് പരുവത്തിനങ്ങ് ചെയ്തു. അപ്പോൾ ഈ സുവിശേഷം നരഭോജികളെ നരസ്നേഹികളാക്കുന്ന മാർഗമാണ്. അജ്ഞതയുള്ളവരുടെ അജ്ഞത മാറ്റി അവരെ ജ്ഞാനപൂർണരാക്കുവാൻ പ്രാപ്തി കൊടുക്കുന്നത് ആ സുവിശേഷം. സ്തോത്രം. ആ സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ, എവിടെ എത്തിയിട്ടുണ്ടോ, ആര് ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്കും അവരുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാണ്. ഞാന് മിക്ക ഇടങ്ങളിലും ഇങ്ങനെയുള്ള ഏകദിന യോഗത്തിലൊക്കെ എല്ലാം പറയണമല്ലോ. ഒരു ദിവസത്തെ യോഗം ഉള്ളത് കൊണ്ടാണ്. 4-5 ദിവസമാണെങ്കിൽ വരുന്നവര് എല്ലാ കാര്യവും ഓരോരുത്തർ പറയും. ഇതിപ്പം എല്ലാം കൂടെ പറയണം. പണ്ട് ഒരു ചെറുക്കന് നിക്കറ് തയ്പ്പിക്കാൻ കൊടുത്തപ്പോൾ 1/2 മീറ്റർ തുണി അവൻ്റെ അളവെടുത്ത് വെച്ച് പറഞ്ഞു ഇവൻ്റെ ചേട്ടനും വല്ലപ്പോഴും ഇടണമെന്ന് പറഞ്ഞു. അപ്പം തയ്യക്കാരൻ പറഞ്ഞു നോക്കട്ടെ, ആദ്യം ഒരു തയ്യൽ കിട്ടിയതില്ലയോ. പിന്നെ ഇടയ്ക്ക് പറഞ്ഞു ഇവൻ്റെ അനിയനുണ്ട്, അവനും വല്ലപ്പോഴും ഇടണം. അപ്പം 1/2 മീറ്റർ തുണിയോ ഉള്ളു ഒരുത്തൻ്റെ അളവാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ചേട്ടനും ഇടണം, അനിയനും ഇടണം, ഇവനും ഇടണം. തയ്യക്കാരൻ പിന്നെ ഉടക്കുണ്ടാക്കാതിരിക്കാൻ പറഞ്ഞ് ഞാനതിൻ്റെ പരുവത്തിന് തയ്ക്കാം. ഇറങ്ങിപ്പോന്നപ്പോൾ അപ്പം പറഞ്ഞ് ഞാനും വല്ലപ്പോഴും ഇടുമെന്ന് പറഞ്ഞു. അപ്പം ഇതിപ്പോൾ ഒരു ദിവസത്തെ യോഗമാ, ഇതെല്ലാം ഒപ്പിക്കണം. അപ്പം അത് ഞാനും വളരെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കും, നമുക്ക് നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തെ ആര് ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം അനുഗ്രഹമാണ്. സുവിശേഷത്തിന് വേണ്ടി ആര് ധീരതയോടെ നിന്നിട്ടുണ്ടോ അവർക്കും അവരുടെ സന്തതിക്കും ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഈ സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം ഒരു വിഭാഗത്തിന് വേണ്ടി ഇറങ്ങി വന്ന ആളല്ല, അല്ല ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള വക്താവല്ല. സുവിശേഷം മുഴുവൻ ലോകത്തിനുമുള്ളതാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം, ഏത് വ്യക്തിക്കും യേശുവിനെ അനുഗമിക്കാം, ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കാം. അതാ സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത. മറ്റ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വ്യക്തികളുടെ അടുക്കലും എല്ലാ സമയത്തും ചെല്ലാനും ഒക്കത്തില്ല, എല്ലായ്പ്പോഴും അവിടെ ചെല്ലാനും ഒക്കത്തില്ല, എല്ലാ കാര്യവും പറയാനും ഒക്കത്തില്ല, എല്ലാവർക്കും ചെല്ലാനും ഒക്കത്തില്ല. സ്തോത്രം. എല്ലാ ദിവസവും എല്ലാ മാസവും ചെല്ലാനും ഒക്കത്തില്ല. അതൊക്കെ പ്രത്യേക ദിവസങ്ങള്, മാസങ്ങള്, സമയങ്ങള്. തന്നെയല്ല അവര് ഇരിക്കുന്നിടത്ത് എല്ലാവർക്കും അങ്ങോട്ട് കയറി ചെല്ലാനും ഒക്കത്തില്ല. എന്നാ എനിക്ക് ഒന്ന് കാണണമെന്ന് ഓർത്ത് അങ്ങോട്ട് ചെന്നാ നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ ഒത്തോണ്ട് തന്നെ?
അന്ന് ആ ഭാര്യയും ഭർത്താവും 2 കൊച്ചുങ്ങളും വല്യമ്മയും വല്യപ്പനോട് നമുക്ക് എല്ലാവരോടും ഒന്നിച്ചു പോയെന്ന് കണ്ടേച്ച് വരാം. ഓക്കെ അല്ലേ? എന്നാൽ യേശുവിന്റെ അടുക്കൽ ഭാര്യയ്ക്കും ഭർത്താവിനും 2 പൊടിപ്പിള്ളേർക്കും യൗവനക്കാരിക്കും യൗവനക്കാരനും വല്യപ്പനും വല്യമ്മയ്ക്കും ആക്കമുള്ളവർക്കെല്ലാം നടന്നു വരാൻ അവർക്കെല്ലാം യേശുവിന്റെ അടുക്ക വരാം. ആരെയും തടയത്തില്ല. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാ യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എന്തു നല്ലോർ സഖി യേശു പാപ ദുഃഖം വഹിക്കും. എല്ലാ യേശുവോടു ചെന്ന് ചൊല്ലിടായിക നിമിത്തം. അപ്പൊ ഏത് സമയത്തും ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം. അതാണ് സുവിശേഷത്തിന്റെ വിശേഷത. അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങൾക്കും ഈ മാർഗത്തിൽ വരുവാനും ഈ സുവിശേഷത്തെ അനുസരിപ്പാനും അംഗീകരിപ്പാനും ഇടയായി തീർന്നത്. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പോൾ യെശയ്യാ പ്രവാചകനെ പറയുന്നത് അദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകൻ എന്നാണ് പറയുന്നത്. സുവിശേഷം യേശു ക്രിസ്തു. ആ സുവിശേഷം നിമിത്തമാണ് നമ്മുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നത്. എല്ലായിടങ്ങളിലും ഞാൻ ഇങ്ങനെ പ്രാരംഭത്തിൽ പറയാറുണ്ട്, യോഗ്യമായിട്ട് വസ്ത്രമൊക്കെ ധരിക്കാനിടയായത് സുവിശേഷം വന്നതുകൊണ്ട്. മാന്യമായിട്ട് നടക്കാനും ജീവിക്കാനും ഇടയായത് സുവിശേഷം വന്നതുകൊണ്ട്. പള്ളിക്കൂടത്തിൽ കയറാനും പഠിക്കാനും അക്ഷരം കൂട്ടി വായിക്കാനും വിദ്യാഭ്യാസത്തിൽ വളരെ ഉന്നതമായ ഉച്ചസ്ഥായിലൊക്കെ എത്തുവാൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ട്. അതല്ലെങ്കിൽ ഇതെല്ലാവർക്കും ഒന്നും അനുവദിക്കുകയില്ലായിരുന്നു ഈ നാട്ടിൽ. അക്ഷരം പഠിക്കാൻ ഒക്കത്തില്ല. അക്ഷരം അറിയാൻ മേലാത്തത് കൊണ്ട് അതും എന്തുമെല്ലാം പറഞ്ഞ് ജീവിച്ചാണ് നടന്നത്. ആശാന് ഒരിക്കലൊരു വരി എഴുതി, അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്കു ദൈവം. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അപ്പോൾ അക്ഷരം അറിയത്തില്ല, അതുകൊണ്ട് യക്ഷിയും പേയും എല്ലാം ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അറിയായ്മയുടെ കാലം. എന്നാൽ അക്ഷരം പഠിച്ച് വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇതൊന്നുമല്ല ദൈവം. സത്യദൈവം, ഏകദൈവം, നിത്യദൈവം ഒരുവനുണ്ട്. അത് അക്ഷരം പഠിച്ചത് കൊണ്ട് പുസ്തകം വായിച്ചു. പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി ഇതാണ് ഇതിൻ്റെ ശരിയെന്ന്. ഇത് മനസ്സിലാക്കാതിരിക്കാൻ ഈ ചില ആൾക്കാരെ അക്ഷരം പഠിപ്പിക്കുകയല്ലായിരുന്നു. അവർ കുറേ പേരിരുന്ന് ആർക്കും മനസ്സിലാകാത്തതെല്ലാം കൊണ്ടിരുന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് പറയുക. നമുക്കത് അനുവദിക്കുകയല്ല. തന്നെയുമല്ല, ഇനി അബദ്ധത്തിൽ ആരെങ്കിലും കേട്ടാൽ അവൻ്റെ ചെവിക്കകത്ത് ഈയ ഉരുക്കി ഒഴിക്കണം. അവനെങ്ങാനും 2 വാക്ക് ഉച്ചരിച്ചാൽ അവൻ്റെ നാക്ക് പിടിതങ്ങെടുക്കും. എന്നാൽ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇതിന് മാറ്റം വരുത്താൻ ഒക്കുകയുള്ളൂ. ആ സുവിശേഷമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് യെശയ്യാവിനെ സുവിശേഷ പ്രവാചകൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി, അവിടുത്തെ തിരുജനനം, അവിടുത്തെ ജീവിതം, ശുശ്രൂഷ, ഇതെല്ലാം അടുക്കടുക്കായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രവാചകനാണ് യെശയ്യാവ്. അങ്ങനെയുള്ള ഒരു ഭാഗമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ചു സഹായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു
ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മകത്വം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, രണ്ട് കാര്യം എടുത്തു പറയാനായി ഇന്ന് രാത്രി ശരണപ്പെടുന്നത്. ഒന്ന്, നമുക്ക് വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. രണ്ട്, ആ ജനിച്ച ശിശുവിന്റെ വിശേഷതയാണ് യെശയ്യാ പ്രവാചകൻ താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു പദമാണ് അവന്റെ വിശേഷത, അവിടുന്ന് അത്ഭുതമന്ത്രിയാണ്. ഈ രണ്ട് കാര്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിപ്പാനാണ് ഇന്ന് രാത്രി കർത്താവ് ശരണപ്പെടുന്നത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി. മുമ്പേ വെച്ചതുപോലെ ഒന്ന് വെച്ചേ. നിങ്ങളുടെയും കുഴപ്പമല്ല, എനിക്ക് കുഴപ്പമുണ്ട്. കാരണം തൊണ്ട അത്ര സുഖമല്ല. പണ്ട് പഴമക്കാര് പറയുമ്പോൾ ആശാരുടെ പണിക്കുറ്റവും തടിയുടെ വളവും ഉണ്ട്. ദൈവത്തിന് മഹത്വം. പാട്ട് പാടുമ്പോഴേക്ക് കൂട്ടുക എനിക്ക് വയ്യ, അതുകൊണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, അവിടുത്തെ തിരുജനനം ആർക്കും തർക്കിക്കാൻ പറ്റുകയല്ല. യേശു ജനിച്ചതാ. മറ്റു പലരെ ആൾക്കാരും ജനിച്ചതിനെ പറ്റിയൊക്കെ ഇപ്പോഴും തർക്കമുണ്ട്. പിന്നെ ഊഹാഭോഗം, കെട്ടുകഥ, അമ്മൂമ്മ കഥ, ഉമ്മാക്ക് കഥ, അതല്ലേ പറയുന്നത്. പണ്ട് 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 ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാ, കൃത്യം പറയാനൊക്കത്തില്ല. തന്നെയല്ല, ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയെ പറ്റി പറഞ്ഞു വരുമ്പോൾ അവിടുത്തെ ജനനത്തിന്റെ ആ കാര്യങ്ങൾ, തന്റെ പിതാക്കന്മാരെ പറ്റി പറഞ്ഞു വരുമ്പോൾ കൃത്യത്തിന് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാം പാരമ്പര്യം പറഞ്ഞു വരുമ്പോൾ കുറെ അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ അപ്പച്ചനേതാ, അപ്പച്ചന്റെ അപ്പച്ചനേതാന്ന് അറിയത്തില്ല. ഞാന് ഈ കുടുംബചരിത്ര പുസ്തകം പലതും വായിച്ചിട്ടുണ്ട്. കുടുംബചരിത്രം പലതും വായിച്ചിട്ടുണ്ട്. മിക്ക കുടുംബങ്ങളും കുണ്ടറ സൈഡിലുള്ളതാണ് പണിക്കര് കുടുംബങ്ങൾ. പിന്നെ നമ്മുടെ കരുനാഗപ്പള്ളിക്ക് അപ്പുറമുള്ള സൈഡിലുള്ളത് വൈദ്യന്മാര്. തേവലക്കര. എനിക്ക് ആ സ്ഥലത്തിന്റെ പെട്ടെന്ന് തേവലക്കര വൈദ്യന്മാർ. കുണ്ടറയിൽ കൂടുതലും വേറെ ഉണ്ട്. തരകന്മാര് ഒന്നുകൂടെ ഉണ്ട്. അടൂര് സൈഡിലെ വിശേഷമായിട്ട് മുതലാളിമാര്, ജോയ് മുതലാളി, ബേബി മുതലാളി. ഇന്നാളൊരു മുതലാളി ഒരു ചെറിയ മാടക്കട, ഒരു ഉടങ്ങാത്ത കൊലയും ഒരു ചുണ്ണാമ്പ്, വേറെ ജോയ് മുതലാളിയാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അതൊക്കെ സ്ഥാനപ്പേരാ. പണ്ട് ഞങ്ങളുടെ സി വി ഓണച്ചാൻ പറഞ്ഞു, പേര് വലിയ മുതലാളി എന്നാ, വിൽക്കുന്നത് ജീരകം കടുകുക. ആയിക്കോട്ടെ. അപ്പം പണിക്കര്. പിന്നെ അടൂര് സൈഡിലുണ്ട് പിള്ളമാരുണ്ട്. പിള്ള, ജോർജ് പിള്ള, ചാക്കോ പിള്ള. നിങ്ങൾ എല്ലാം ഒന്നും കേട്ടിട്ടില്ല. അതൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല. നിങ്ങൾ രണ്ടുകൂടെ എന്നെ വെട്ടിനകത്താക്കാനാണോ? അപ്പൊ എന്തായാലും ഞാന് ഈ പല കുടുംബത്തിന്റെ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങ് സെൻട്രൽ ട്രാവൻകൂറിലോട്ടൊക്കെ വരുമ്പോൾ പ്രമാദമായ പല കുടുംബങ്ങളുണ്ട്. കുരുടാമണ്ണിലെ പകലോമറ്റം, ശങ്കരപുരി, കാളികാവ്, ഇങ്ങനെ പ്രബലമായ ശങ്കരമംഗലം, പല കുടുംബങ്ങൾ. ഈ കുടുംബചരിത്ര പുസ്തകത്തിലെല്ലാം നിങ്ങൾ ഇനി പോയി പരിശോധിച്ചോണം. അതിലെല്ലാം അപ്പന്മാരെ പറ്റി പറഞ്ഞ് ഒടുവിൽ കൊടുക്കുന്ന പദം ഇങ്ങനെ. മിക്കതിലും കുറവലങ്ങാട്ടി എന്നൊരു അപ്പം വന്നു. പുള്ളിയുടെ അപ്പനെ പറ്റി ഒരു വിവരവും ഇല്ല. പേരെന്താന്ന് പറയത്തില്ല, വലിയ കൃത്യമായ അറിവില്ല. കുറവലങ്ങാട്ടി എന്നൊരു അപ്പം വന്നു. പിന്നെ ചിലര് കുറച്ചുകൂടെ വേര് തപ്പി പോയപ്പം കൊടുങ്ങല്ലൂർ എന്നൊരപ്പം വന്നു, കുറവലങ്ങാട്ട്. പുള്ളിയുടെ അപ്പനെ പറ്റി വലിയ വിവരമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ കൃത്യത്തിനാ പറഞ്ഞിരിക്കുന്നത്.
മത്തായി സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി വായിച്ചേ. ദൈവദാസം വായിച്ചാട്ടെ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. വായിച്ചോ. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയും യാക്കോബ് യഹൂദയും അവന്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പേരസിനെയും സേരകിനെയും ജനിപ്പിച്ചു. അടുത്തത് പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. അവിടെ വെട്ടമുണ്ടോ? വെട്ടത്തിന്റെ കുറവുണ്ട്. ഇവിടെ വന്നിരിക്കാൻ കുറച്ചുകൂടെ വെട്ടം കിട്ടും. ഇരുട്ടത്ത് പോയിരുന്ന ഇപ്പൊ കാണാവോ? വായിച്ചു. ആരം അമീനാദാബിനെ ജനിപ്പിച്ചു. അമീനാദാബ് നാഹോഷിനെ ജനിപ്പിച്ചു. നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ഷൽമോനെ ജനിപ്പിച്ചു. ഷൽമോൻ രാഹബിൽ ബോവസിനെ ജനിപ്പിച്ചു. ഷൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു. പിന്നെ ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിലെ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് പഠിച്ചു വരുമ്പോൾ പിതാക്കന്മാരുടെ ചരിത്രം മത്തായി അബ്രഹാം മുതലുള്ള ചരിത്രം അങ്ങോട്ട് പറഞ്ഞു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യഹൂദ, പേരസ്, ഹെസ്രോന്, നഹസോന്, അമ്മീനാദാബ്, ഷൽമോൻ ഇങ്ങനെ പറഞ്ഞു വരിക. അപ്പൊ ലൂക്കോസ് കുറച്ചുകൂടെ പുറകോട്ടിറങ്ങി. ലൂക്കോസ് എന്റെ ഭാഷയിൽ പറഞ്ഞ യേശുവിനെ തുടങ്ങി പുറകോട്ടൊരു പിടിച്ചു. 3-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിച്ചേ. 3:23 മുതൽ വായിച്ചു. യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസെഫിന്റെ മകനെന്ന് വിചാരിച്ചു. അടുത്തത് യോസെഫ് ഹേലിയുടെ മകൻ, ഹേലി മദാത്തിന്റെ മകൻ, മദാത്ത് ലേവിയുടെ മകൻ, ലേവിയുടെ മകൻ. അടുത്തത് ലേവി മിൽക്കിയുടെ മകൻ, മിൽക്കി അന്നായുടെ മകൻ. അപ്പൊ ഇങ്ങനെ പുറകോട്ട് വരിക. യേശുവിന്റെ പേര് മുതല് പുറകോട്ട് പിതാക്കന്മാരുടെ പേര് പറഞ്ഞ് അങ്ങനെ അബ്രഹാമിലെത്തി. അബ്രഹാമിന്റെ പിതാവ് തേരഹിലെത്തി. തേരഹിൽ ഇങ്ങനെ പുറകോട്ട് വന്ന് ഒടുവിൽ ആദാമിലെത്തി. 27 മുതൽ വായിച്ച മധുശാലെ ഹാനോക്കിന്റെ മകൻ ഹാനോക്ക് യാരദിന്റെ മകൻ, യാരദിന്റെ മകന് മെലല്യാന്റെ മകൻ മെലല്യേൽ, കനിയാന്റെ മകൻ കനിയാൻ, ഏനോഷിന്റെ മകൻ ഏനോഷ്, ഷേത്തിന്റെ മകൻ ഷേത്ത്, ആദാമിന്റെ മകൻ ആദാം. നന്നായിട്ട് വായിക്കേ. ഏനോഷ് ഷേത്തിന്റെ മകൻ. അങ്ങനെ അങ്ങോട്ട് വായിച്ചേ. ഏനോഷ് ഷേത്തിന്റെ മകൻ. ഏനോഷ് ഷേത്തിന്റെ മകൻ. അടുത്തത് ഷേത്ത് ആദാമിന്റെ മകൻ. ഷേത്ത് ആദാമിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. എങ്ങനുണ്ട്? ആരുടെയും മോനാട്ടെ ഞങ്ങൾക്ക് എന്നായിരിക്കും. മത്തായി അബ്രഹാം മുതല് ഇങ്ങോട്ട് പറഞ്ഞ് യേശുവിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ലൂക്കോസ് യേശു മുതൽ പുറകോട്ടൊരു പിടിച്ചു. അങ്ങനെ പറഞ്ഞു വന്ന് ഒടുവിൽ ദൈവത്തിൽ കൊണ്ടു നിർത്തി. എത്ര കൃത്യം തലമുറ നമ്മുടെതോ? മിണ്ടുകയല്ല. നമ്മുടെ എങ്ങനാ? കുറവലിങ്ങാട്ടിന്നൊരു അപ്പൻ ആട്ടെ ബേബുക്കുട്ടി, പുള്ളിയുടെ അപ്പനേതാ? എന്നാ പിന്നെ നീ അധികം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ശരിയായ ചരിത്രം. ഇതാ ദൈവത്തിൽ നിന്ന് ആരംഭിച്ച്, എന്റെ ഭാഷ പറയാം, ദൈവത്തിൽ തന്നെ കൊണ്ട് ചേർക്കുക. യേശുക്രിസ്തു ദൈവമാ. ലൂക്കോസ് അങ്ങനെ ചെയ്തത്. ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ. അങ്ങനെയാണല്ലോ നടക്കേണ്ടതും. യേശു ആമേൻ സ്തോത്രം സർവശക്തനായ ദൈവമാണ്. അതെ, അപ്പം തർക്കിക്കാൻ ഒക്കത്തില്ല, തർക്കിച്ചാൽ വിജയിക്കത്തില്ല. ഇത് കൃത്യം കാര്യമാണ്. ക്രിസ്തുവിന്റെ ജനനം, അവിടുത്തെ തിരിപ്പിറവി, അവിടെ നീ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജനിച്ചു. അപ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്ന
ഞാൻ ഓർപ്പിച്ചല്ലോ, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മാനവ ജനതയ്ക്ക് വന്ന നേട്ടങ്ങൾ ഒരു 4-5 കാര്യം പറഞ്ഞേച്ച് അവിടുത്തെ ശ്രേഷ്ഠതയാണ് അത്ഭുത മന്ത്രി. അതിനെപ്പറ്റിയും 2 കാര്യം പറഞ്ഞ് ഇന്നത്തെ മെസ്സേജ് ആ തന്ന സമയത്തിൽ അങ്ങ് നിർത്താൻ കർത്താവ് ശരണപ്പെടുന്നത്. ഈ ഇരിപ്പാണെങ്കിൽ അത്രയും പോകത്തുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുജനനം കൊണ്ട് മാനവജനതയ്ക്ക് കൈവന്ന നേട്ടങ്ങൾ വായിച്ചേ. അതിനടിസ്ഥാനമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള തിരുവെടുത്തുകൾ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 8 മുതൽ 13 വരെ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നു. അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പിന്നെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ അട്ടിടയർ കൂട്ടമായി വന്ന നേരം. ആമേൻ. കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടം കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാം കിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ആ തിരുപ്പിറവിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ ആമേൻ സ്തോത്രം താഴോട്ടുള്ള തിരുവെഴുത്ത് ബഹുമാന്യ കർത്തദാസൻ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുജനനത്താൽ, അവിടുത്തെ തിരുപ്പിറവിയാൽ, അവിടുത്തെ ആമൻ സ്തോത്രം ഈ ഭൂമിയിലുള്ള ആമൻ ജനനത്താൽ മാനവരാശിക്ക്, മനുഷ്യകുലത്തിന്, മനുഷ്യവർഗത്തിന് എന്തൊക്കെ നേട്ടമുണ്ടായി. ഞാനും നിങ്ങളും ജനിച്ചപ്പം ആർക്കെന്തോ നേട്ടമുണ്ടായി? ചിലതിനെ കണ്ടെങ്കിൽ ചിലതിനോടല്ല നമ്മൾ, അയ്യോ ഞാൻ ജനിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നപ്പോ തലയ്ക്ക് 2 അടി അടിച്ചേക്കായി ഇപ്പം അമ്മിയിരിക്കുന്നത്. ഇപ്പൊ പിന്നെ യോഗമായതുകൊണ്ട് അപ്പാന്നും പറഞ്ഞിരിക്കുക. പിന്നെ ഓട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ
മനുഷ്യവർഗത്തിന് കൈവരിച്ച നേട്ടം പെട്ടെന്ന് പറയാം. ഒന്ന്, മനുഷ്യവർഗത്തിന് കൈവരിച്ച നേട്ടം മനുഷ്യവർഗത്തിന്റെ ഭയം മാറി. അതുകൊണ്ടല്ലയോ സ്വർഗത്തിലെ ദൂതന്മാര് ഗാനാലാപമൊക്കെ നടത്തി ആട്ടിടയന്മാര് വന്ന് പറഞ്ഞപ്പോൾ ആട്ടിടയന്മാരുടെ ദൂതൻ പറയുന്ന ഒരു പദമുണ്ട്, ഭയപ്പെടേണ്ട. അങ്ങനല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ ഭയപ്പെടേണ്ട. വായിച്ചേ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ തിരുമരണത്താൽ ഈ ലോകമെല്ലാം ഇപ്പോൾ അത് കൊണ്ടാടിക്കൊണ്ടിരിക്കുക. ഞങ്ങള് പന്തളത്ത് 1 മണിക്കൂറോളം പെട്ടുപോയി. ആടുകയായിരുന്നു. വണ്ടി അതിലെല്ലാം കറക്കി. എന്ത് ദുരിതമായി. അല്ലേ, 1 മണിക്കൂർ മുമ്പ് വരേണ്ടതാ. പെട്ടുപോയി. എല്ലാരും കൊണ്ടാടുക. അപ്പൊ ശ്രദ്ധിക്കുക, ലോകമെല്ലാം അത് ഘോഷിക്കുന്നു, നക്ഷത്രമെല്ലാം കൊണ്ട് തൂക്കുന്നു. കുഞ്ഞു പുൽക്കൂട്, യേശു പുൽക്കൂട്ടി പറന്നെന്നും പറഞ്ഞ പുൽക്കൂട്ടിലുമല്ല പറന്നത്, വലിയ കൂട്ടിലുമല്ല. സ്തോത്രം. ഇതെല്ലാം കൊണ്ട് ഇണക്കി വെച്ച് ലൈറ്റ് വെക്ക് വെട്ടിച്ച് അവൻ തന്നെ ഞെക്കി വെച്ച് കത്തുക കെടുക. യേശു ജനിച്ചു കത്തി. യേശു കത്തി. ആയിക്കോട്ടെ, യേശുവിനെ വെട്ടം കാണിക്കുക. അപ്പൊ ഏതായാലും ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ലോകമെല്ലാം ഇത് കൊണ്ടാടുക. എന്നാൽ എനിക്ക് നിങ്ങളോട്, എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ള സന്ദേശം, യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി, അത് ഡിസംബർ 25 ഒന്നുമല്ല, ഏതെങ്കിലും ആട്ടെ, അത് വേറൊരു വിഷയം അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലല്ലോ. എന്തായാലും യേശു ജനിച്ചു. ആ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടത്തിൽ ഒന്നാമത്തെ നേട്ടം നമ്മുടെ ഭയം മാറി. നിന്റെ ഭയം മാറ്റുവാൻ കഴിവുള്ളവനാ യേശു. സകല മനുഷ്യർക്കും ഭയമുള്ളവരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭയമുള്ളവരാ, ഇല്ലേ? ചുമ്മാ അങ്ങ് പറയും, എനിക്ക് ആരെയും പേടിയില്ല. പിന്നെ കൊള്ളാം. പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അംഗരക്ഷകരെല്ലാം കൂടെ? പണ്ടൊരാൾ പറഞ്ഞു പോലും, പേടിയുള്ളവരില്ല എന്റെ ചുറ്റും വന്ന് നിൽക്കാൻ. പേടിയുള്ളവരില്ല എന്റെ പട്ടം വന്ന് നിൽക്കണം. അപ്പം ആർക്കാ പേടി? ഇപ്പൊ അങ്ങനെ കണ്ടുവരുന്നത്. പേടിയുള്ളവരില്ല. പണ്ട് പട്ടാളത്തിന് ആളിന് കിടക്കുന്നു. അപ്പൊ അവിടെ ഒരു പ്രത്യേക രീതിയിൽ ആളിനെ സെലക്ട് ചെയ്യുന്നത്. 100 പേര് വന്നു നിന്നു. അതിന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു, എല്ലാവരും റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞു നിന്നു. അപ്പൊ അവിടെ അന്ന് തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക രീതിയില്ല. അദ്ദേഹം പറഞ്ഞു, ഭാര്യയെ പേടിയില്ലാത്തവരെല്ലാം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണം. ഒരു സ്റ്റെപ്പ്. എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഭാര്യയെ പേടിയുള്ളവരെല്ലാം കൂടെ എന്നാ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ പറഞ്ഞു. 99 പേരും ഒരു സ്റ്റെപ്പ്. ഒരുത്തൻ മാത്രം അനങ്ങിയില്ല. അവൻ നല്ല സ്റ്റഡിയായിട്ട് നിന്ന്, മറ്റവനെ 90 എടുക്കുന്നില്ല, പോടാന്ന് പറഞ്ഞു. ആ സ്റ്റഡിയായിട്ട് ഇരുന്നവന്റെ കൈ കൊടുത്ത് വെച്ച് പറഞ്ഞു, അഭിനന്ദിക്കുന്നു. ആട്ടെ, നിങ്ങളുടെ ധൈര്യം പ്രശംസനീയമാണ്, അഭിനന്ദിക്കുന്നു. നിങ്ങളെ അനങ്ങിയില്ലല്ലോ. അവൻ പറഞ്ഞു, എന്റെ ഭാര്യയോട് ചോദിക്കാതെ ഒരു ചോടി ഞാൻ ചലിക്കുകയല്ലെന്ന് പറഞ്ഞു. പട്ടാളം കുന്തം. നിങ്ങളുടെ ഈ തോക്കയുള്ള അവിടെ ഈ പീരങ്കിയിരിക്കുക. എന്റെ ഭാര്യയോട് ചോദിക്കാൻ ഞാൻ ഒരു ചോട്. അല്ല, മനുഷ്യനെല്ലാം ഭയമാണെന്ന്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരും ഭയത്തോടിരിക്കുന്നവരുണ്ട്. പ്രകൃതി ശക്തികളെ ഭയപ്പെടുന്നവരുണ്ട്, മരണത്തെ ഭയപ്പെടുന്നവരുണ്ട്, ഇല്ലേ? ചുമ്മാ ഒക്കെ പറയാം, എനിക്ക് മരണത്തെ ഒന്നും പേടില്ല കുഞ്ഞുഞ്ഞമ്മ, എനിക്ക് എങ്ങനെയും. പിന്നെന്തിനാ മാസ്കും എല്ലാം വെച്ച് ആംബുലൻസും എല്ലാം വിളിച്ച് ബെഡ്റൂമിൽ കയറിയ മെഡിക്കൽ കോളേജിൽ പോലും ഇതുപോലെ ഫാർമസി ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ രാവിലെ കുത്ത്, ഉച്ചയ്ക്ക് കുത്ത്. എല്ലാവർക്കും ഭയമാണ്.
ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ഇവിടെ ഇരിക്കുന്ന പലരും ഭയമുള്ളവരാ. സ്തോത്രം. മരണത്തെ ഭയപ്പെടുന്നവരുണ്ട്, രോഗത്തെ ഭയപ്പെടുന്നവരുണ്ട്, ലോകത്തെ ഭയപ്പെടുന്നവരുണ്ട്, പ്രകൃതി ശക്തികളെ ഭയപ്പെടുന്നവരുണ്ട്, ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ ഭയമുള്ളവരുണ്ട്. ആമേൻ, സ്തോത്രം. ആ പ്രായമായ പിള്ളേരെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പിള്ളേരോട് ആ വിധത്തിലുള്ള ഭയമല്ല. തന്റെ മക്കളെ തന്നോളമായ താനെന്ന് ചൊല്ലണമെന്നൊക്കെ ആ നാട്ടിലെ ചൊല്ലും, അത് നല്ലതുമാ. പക്ഷെ ആ ഭയമല്ല, അല്ലാതെ പേടിച്ചരണ്ട് ജീവിക്കുന്നവര്, ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നവര്, ഭർത്താവിനെ ബഹുമാനത്തിലുള്ള ഭയമല്ല, അല്ലാതെ ഒരു ഭീകര ജീവി വരുന്നത് പോലെ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുക. ചില വിശ്വാസികൾക്ക് ഉപദേശിമാരെ പേടി, ചില ഉപദേശിമാർക്ക് സഭയിലെ മൂപ്പന്മാരെ പേടി, എല്ലാവർക്കും പേടിയാ. ചിലക്ക് ഓർപ്പിച്ചാൽ രോഗത്തെ പേടി, ലോകത്തെ പേടി, പ്രകൃതി ശക്തികളെ പേടി, ഇടിവെട്ടുന്നത്, കൊള്ളിയാമിനുന്നത്, ഭൂമികുലുക്കം, സുനാമി, പിന്നെ കാറ്റുകളൊക്കെ ഉണ്ടല്ലോ, കത്രീനെ, റീത്തെ, പിന്നെ എല്ലാം പെണ്ണുങ്ങളുടെ പേരായിടുന്നേ. കാരണം അതാണല്ലോ വലിയ കൊടുങ്കാറ്റും. അടിക്കാതെ നിന്നെ കറക്കിയെടുത്ത് അവന് ഇടയ്ക്കിരുന്ന് ഇടയ്ക്കിടയ്ക്കിരുന്ന് പറയുന്നുണ്ട് എന്റെ വകുപ്പുകൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവരും ഭയപ്പെടുന്നവരാ. ഇന്ന് രാത്രി രോഗത്തെ ഭയപ്പെടുന്നവരുണ്ട്. ക്യാൻസർ ആണെന്ന് കേട്ടാൽ മതി, കേൾക്കുന്നവർക്കും ഭയമാ. അത് ആരംഭം കുറിച്ച് അവർക്കും ഭയമാ. പക്ഷെ സൗഖ്യമാക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്, നിന്നെ വിടിവിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടത്തിൽ ഒന്നാമത്തെ നേട്ടം മനുഷ്യവർഗത്തിന്റെ ഭയം മാറ്റും. ഇന്ന് രാത്രി നിന്നെ അലട്ടുന്ന ഏത് ഭയവികലമായ വിഷയമാകട്ടെ, അതിന് പരിഹാരം തരുവാൻ, ആ ഭയത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളവനാണ് നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ഭയത്തോടെ കടന്നു വന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, നിന്റെ ഭയം മാറ്റി, ഭീതി മാറ്റി, ചിത്തഭ്രമം മാറ്റി, നിന്റെ ഭീകരത മാറ്റി, നിന്നെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് നസറയനാകുന്ന യേശു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന ഒന്നാമത്തെ നേട്ടം നമ്മുടെ ഭയം മാറി. സ്തോത്രം. 2, ദൂതൻ പറയുന്നൊരു പദമുണ്ട്, നിങ്ങൾക്കായിട്ടൊരു ശിശു. അങ്ങനല്ലേ ദൈവദാസനെ വായിച്ചേ? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ 2, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ നമുക്ക് വന്നിരിക്കുന്ന രണ്ടാമത്തെ നേട്ടം, നമുക്കൊരു രക്ഷിതാവുണ്ടായി. സ്തോത്രം. ആ പറ നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൂരം പറയാ, നിങ്ങൾക്കായിട്ട്. എങ്ങനെ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി നിങ്ങൾക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ആരാ പറയുന്നത്? ദൂതനാ പറയുന്നത്. അപ്പൊ അതിന്റെ ആശയം അത്രയേ ഉള്ളൂ. ദൂതൻ പറഞ്ഞത് അമ്മ ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. സ്തോത്രം. ദൂതന്മാർക്ക് വേണ്ടി അല്ല യേശു ഭൂമിയിൽ പൂജാതനായത്. ഗബ്രിയേലും മീഖായേലും അദ്രിയേലും ഊറിയേലും ഊരിയേലും ശക്തിയും ബലവുമേറിയ ധാരാളം ദൂതന്മാർ, കോടി കോടി ദൂതന്മാർ. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. ഇനി മാത്രമല്ല, പാപം ചെയ്ത ദൂതന്മാരുണ്ട്. പത്രോസിന്റെ ലേഖനവും യൂദയുടെ ലേഖനവും ഒക്കെ പഠിക്കുമ്പോൾ പാപം ചെയ്ത ദൂതന്മാരെ, തങ്ങളുടെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവൻ ആദിമ ദൂതന്മാരെയും അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുക. പാപം ചെയ്ത ദൂതന്മാരെ, വെട്ടുകൊണ്ട ദൂതന്മാർ വേറെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൂതന്മാർ വേണ്ടി അല്ല യേശു ജനിച്ചത്. പിന്നെ നമുക്കായിട്ട് യേശു ജനിച്ചു എന്ന് പറഞ്ഞ മനുഷ്യവർഗത്തിന് വേണ്ടി. സഹോദര, നിനക്ക് വേണ്ടിയാ യേശു ജനിച്ചത്. സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു ജനിച്ചത്. സുഹൃത്തെ, നിനക്ക് വേണ്ടിയാ യേശു ജനിച്ചത്. അമ്മേ, നിനക്ക് വേണ്ടിയാ യേശു ജനിച്ചത്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി മനുഷ്യവർഗത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പരമസമ്പന്നനേ, ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു മനസ്സ. പരമസമ്പന്നനേ, ധരണിയിലെ
ദരിദ്രനായി തീർന്നു സോമനസ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസ നിരുപമ പ്രഭയാണിരുന്നവർ പഴന്തുള്ളി ധരിച്ചതും ചെറിയ നിരുപമ പ്രഭയാണിരുന്നവർ പഴന്തുള്ളി ധരിച്ചതും ചെറിയ സംഗതിയോ ദൈവകരുണയിന്ദനമാമ്യം നാവാൽ വർണ്യമോ ദൈവകരുണയിന്ദനമാമ്യം ദേവസുതൻ പശുശാലയിൽ നരനായി 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 അവതരിച്ചതു വെറും കഥയോ ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ ഭുവനമൊന്നാകെ ചമ ചമ ഒരു ചെറുപവനവും ലഭിച്ചതില്ലെന്നോ ഭുവനമൊന്നാകെ ചമ ചമ ഒരു ചെറുപവനവും ലഭിച്ചതില്ലെന്നോ ദൈവകരുണയിന്ദനമാമ്യം നാവാൽ വർണ്യമോ ദൈവകരുണയിന്ദനമാമ്യം നാവാൽ വർണ്യമോ ദൈവകരുണയിന്ദനമാമ്യം കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടങ്ങളാ. ഒന്ന്, നമ്മുടെ ഭയം മാറി. സ്തോത്രം. നിന്റെ ഭയം മാറണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. എനിക്ക് ധാരാളം കാര്യം ഇത് ചേർത്ത് പറയണമെന്നുണ്ട്, അലോക്യമാകും. അതുകൊണ്ടാണ് ഭയം മാറാനൊക്കെ ഓരോരുത്തർ ഓരോന്ന് കാട്ടിക്കൂട്ടി. ഇന്നാളൊരാൾ ചോദിച്ചു, എന്നെ പേടിയാന്ന് പറഞ്ഞു. അപ്പം എന്നെ പോംവഴി പുള്ളിയോട് ആരാണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്ത് അതെല്ലാം ചെയ്ത് അത് ചെയ്യും തോറും പിന്നെ പേടി കൂടുക. സ്തോത്രം. പുള്ളി പറഞ്ഞു കൊത്താൻ വരുന്നത് പോലൊക്കെ തോന്നുന്നു. സ്തോത്രം. നിന്റെ ഭയം മാറണമെങ്കിൽ യേശുവിനെ കൊണ്ട് സാധിക്കും. ഒന്ന്, ഭയം മാറി. രണ്ട്, നമുക്കൊരു രക്ഷിതാവിനെ ലഭിച്ചു. ഇവിടെ വന്ന് അനേകരെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞു വന്ന്, പക്ഷെ അവര് തന്നെ പരുവക്കേടിലാ പോയത്. അവരെ ആര് രക്ഷിക്കുമെന്നും പറഞ്ഞ ഇന്നാളൊരാൾ പറഞ്ഞു ദൈവം അന്നും പറഞ്ഞായി വന്നേ. ഞാൻ ചോദിച്ചു ദൈവം ഐസിയുലായെന്ന് പറഞ്ഞു. അതിന് ദൈവത്തിന് ശ്വാസം കിട്ടുന്നില്ല. മനസ്സിലായില്ല. ദൈവം വലിക്കും. ആമ്പലിന്റെ വള്ളി പോലെ എല്ലാം തൂക്കിയിട്ട് ദൈവം കിടക്കുക. അതാണോ ദൈവം? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവത്തെയും സൃഷ്ടിച്ചൊരു രക്ഷകനുണ്ട്, സർവത്തെയും നിയന്ത്രിക്കുന്ന ഒരു രക്ഷകനുണ്ട്. നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവനാ യേശു. മറ്റൊരുത്തനിൽ രക്ഷയില്ല.
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം രക്ഷിതാവാകുന്ന യേശു ക്രിസ്തു. യേശു രക്ഷിതാവാ. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. ആ രക്ഷകന്റെ അടുക്കൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. ആ രക്ഷിതാവിനെ ഇന്ന് രാത്രി ഏറ്റെടുത്ത് വേണം തിരിച്ചു പോകാൻ. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ മത മേലധ്യക്ഷന്മാര് ബന്ധുക്കളായത് കൊണ്ടോ അച്ഛനോ കന്യാസ്ത്രീയോ ചെമ്മാച്ചനോ തിരുമേനിയോ ഐമേനി വീട്ടിലുള്ളത് കൊണ്ടോ സെൻട്രൽ പാസ്റ്റർ ഉള്ളത് കൊണ്ടോ പാസ്റ്റർമാർ 5-8 ഉള്ളത് കൊണ്ടോ കുക്കു സാഹിബിനെ വീട്ടിൽ കൊണ്ടുവന്നത് കൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോകത്തുമില്ല, രക്ഷിക്കപ്പെടത്തുമില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. രക്ഷിതാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ നിന്നിലയേകുവാൻ, വീണ്ടെടുക്കുവാൻ നിന്നിലയേകുവാൻ ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയാൽ തിരുജനനത്താൽ അവിടുന്ന് പൂജാതനായതുകൊണ്ട് മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടങ്ങൾ, ഒന്ന് അവൻ നമ്മുടെ ഭയം മാറ്റി. 2 നമുക്കൊരു രക്ഷകനെ കിട്ടി, ഒരു രക്ഷിതാവ് നമുക്കുണ്ടായി. അത് ദൂതൻ പറയാ, ഞങ്ങൾക്കല്ല നിങ്ങൾക്കായിട്ടാ. സ്തോത്രം. നമുക്കൊരു രക്ഷിതാവ് ഉണ്ടായി. ദൂതന്മാർക്കും ലഭിക്കാത്ത പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളൊരു പാട്ട് പാടും, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം നമുക്കാ ലഭിച്ചത്. സ്തോത്രം. ദൂതന്മാര് നമ്മുടെ സഹഭൃത്യന്മാരാ, സേവകാത്മാക്കളാ. അതിലും ശ്രേഷ്ഠത തന്റെ സൃഷ്ടിയുടെ മണിമകുടമാകുന്ന മനുഷ്യവർഗം. ആ മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു രക്ഷിതാവ് പൂജാതനായി. സ്തോത്രം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ പഴയ മാമൂല് കൊണ്ടൊന്നും ആരും രക്ഷിക്കപ്പെടുകയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷകനാകുന്ന യേശുവിനെ ഉള്ളത്തിലേറ്റെടുക്കണം. അതിന് 5 പൈസ മുടക്കണ്ട. ഭൗതിക വസ്തു അരി കൊണ്ട് കൊടുക്കണ്ട, തുണി കൊണ്ട് കൊടുക്കണ്ട. യേശു വെച്ചിട്ട് തുണിയുണ്ട്, അത് എടുത്തോണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണം. യേശുവെ 2 ആ അരി ഇട്ടിരിക്കുക, അതെടുത്തോണ്ട് എന്നെ അങ്ങ് രക്ഷിക്കണം. യേശുവിന് അരിയും വേണ്ട, തുണിയും വേണ്ട. യേശു 2 പൂവൻകോഴിയുണ്ട്, അതങ്ങ് സ്വീകരിച്ചോണ്ട് യേശുവിന് കോഴിയും പെടക്കോഴിയും വേണ്ട, പൂവൻകോഴിയും വേണ്ട. സ്തോത്രം. ആടും വേണ്ട, പോത്തും വേണ്ട, കാളയും ഒന്നും വേണ്ടെന്ന്. യേശുവിന് നിന്നെ മതി. നിന്റെ ഉള്ളത്തിലേക്ക് വരാനാ അവിടുന്ന് ഇഷ്ടപ്പെടുന്നത്. അതിന് ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട, സ്വോത്രകാഴ്ചയും വേണ്ട. എന്നാൽ പിടിപ്പണം അങ്ങ് സ്വീകരിച്ച് എന്നെ ഒന്ന് രക്ഷിക്കണം. ആ ഒരു കർത്താവിന് നിന്നെ ആവശ്യമില്ല. സ്തോത്രം. കർത്താവിന് നിന്നെ ആവശ്യം. നിന്റെ ഹൃദയത്തിലേക്ക് വരാനാ യേശു ഇഷ്ടപ്പെടുന്നത്. ഇന്ന് രാത്രി ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കൈയൊന്നും പൊക്കിയില്ലെങ്കിലും ഇരുന്നുകൊണ്ട് പറ, യേശുവെ എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ തള്ളിക്കളയരുത്, എന്നെ ഉപേക്ഷിക്കരുത്. അവിടുന്ന് എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് മാത്രമാ രക്ഷകനെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും? അവര് യേശു രക്ഷിക്കും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതെ, മുമ്പോട്ട് പോകണമല്ലോ. കൃത്യസമയത്ത് യോഗം നിർത്തണം. എന്നെ പറ്റി ചിലർക്കൊരു ധാരണ, അയാൾ സമയത്തും കാലത്ത് വന്ന് നിർത്തുകയല്ലെന്ന.
ഏറെക്കുറെ ശരിയാ. ചിലർ പിന്നെ നമ്മുടെ യോഗത്തിന് വരുമ്പോഴേ അങ്ങനെയുള്ള ചിന്തയോടാ വരുന്നത്. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പൊ എന്തായാലും ഇന്ന് നോക്കട്ടെ 9 നിർത്താവോ എന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു രക്ഷിതാവുണ്ടായി. 3 ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയാൽ നമുക്ക് ലഭിച്ച, മനുഷ്യവർഗത്തിന് ലഭിച്ച ആ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഇരുട്ട് മാറി. കാരണം അവിടെ രാത്രിയിൽ എന്നാ കൊടുത്തിരിക്കുന്നത് 8-ാം വാക്യത്തിൽ, അങ്ങനല്ലേ? അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ, അപ്പൊ രാത്രിയിലായി സംഭവം നടക്കുന്നത്. രാത്രിയിൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഒരു തേജസ്സെ ചുറ്റി മിന്നി, അങ്ങനല്ലേ 9-ാം വാക്യത്തിന്റെ ഒടുവില്. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവരെ ചുറ്റിമിന്നി. അപ്പോൾ സ്തോത്രം. 3-ാമത്തെ വിശേഷത, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുകുലത്തിന് കൈവന്ന 3-ാമത്തെ നേട്ടം, ഇരുട്ട് മാറി. ഇത് രാത്രിയിലാ സംഭവിക്കുന്നത്. സ്തോത്രം. രാത്രിയിലെ സംഭവമാണ്. ആ രാത്രിയിൽ ഒരു തേജസ് ചുറ്റി പ്രഭ മിന്നി എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറി വെളിച്ചമുണ്ടായി. ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയാൽ മനുകുലത്തിന് കൈവന്ന നേട്ടം എന്നാണെന്നറിയാമോ? ഇരുട്ട് മാറി. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിപ്പപ്പെട്ട് ഹൃദയമെല്ലാം അന്ധകാര നിബിഡമായി ദുശ്ചിന്തയും പകയും പിണക്കവും വൈരാഗ്യവും ക്രോധവും കോപവും ഈർഷ്യയും ജ്ഞാനചങ്കയും പകയും ഒക്കെ വെച്ച് ആ ഇരുളിന്റെ ശക്തികൾ, ഇരുട്ടെന്ന് പറഞ്ഞാൽ അവൻ പിശാച. ഇരുട്ട് 3 വിധത്തില. 1, ഇരുട്ട് പിശാച, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തി, അങ്ങനെ. 2, ഇരുട്ട് പാപത്തെ കാണിക്കുന്നതാണ്. 3, ഇരുട്ട് നരകത്തെ കാണിക്കുന്നതാണ്. അതില്ലയോ അവനെ എല്ലാം കൂടെ പിടിച്ചു കെട്ടി പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്ത് മതിലിങ്കൽ കൂടി, ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും വെച്ചു. അപ്പൊ ഇത് സൈമൺ സാറിന്റെ വരികളാണ്. ഞാനാന്ന് ഇപ്പൊ സൈമൺ സാറിനെ പറ്റി പറയുന്ന ചിലർക്ക് ഇഷ്ടവുമല്ല. സ്തോത്രം. എന്നാ നിന്റെ കാര്യം അങ്ങ് പറയാം. നീ ഇതുപോലൊരു വരി എഴുതിത്താ. നിന്റെ വല്യപ്പൻ നോക്കി ആവുകയല്ല. നീ എന്നെ ചിരിക്കുന്നത്? നിനക്ക് എഴുതാവോ ഇതുപോലെ? എന്റെ കൂടെ വന്ന ആളൊക്കെ കാര്യം, കൂടെ വന്ന കാര്യമൊക്കെ ഞാൻ ചോദിക്കും. എന്നെ കൊണ്ടൊക്കത്തില്ല. ഷിനിനെ കൊണ്ടൊക്കുവോ? ചൂപ്പാശ കൊണ്ടൊക്കുവോ? ഒക്കുവോ? എഴുതിയത് പാടിയിട്ട് നമ്മൾ ഒക്കുന്നില്ല. അപ്പൊ സാറ് നല്ല പ്രയോഗമാണ്. പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്ത് മതിലിങ്കൽ കൂടി, ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താഴ തള്ളിയും വച്ചോടി. പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്ത് മതിലിങ്ക കൂടി, ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും രാജാത്മജ വിരുന്നതിന്റെ വരം, രാജാത്മജ വിരുന്നതിന്റെ വരം. ഈ ഉപമയോ മകസാരം, രാജാത്മജ വിരുന്നതിന്റെ വരം. ഈ
ദൈവത്തെ സ്തുതിക്കേ. അപ്പോൾ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയാൽ മനുകുലത്തിന് കൈവന്ന മൂന്നാമത്തെ നേട്ടം ഇരുട്ട് മാറി. ആ ഇരുട്ട് 3 വിഷയത്തെ കാണിക്കുന്നു. 1 പാപം, സ്തോത്രം. 2 പിശാച്, 3 നരകം. പാപത്തിന്റെ അധീനതയിൽ നിന്നും പിശാചിന്റെ പിടിയിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നും അവൻ രക്ഷിപ്പാനാ യേശു ഇവിടെ അവതരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി ആ പാപികളായ മനുഷ്യനെ രക്ഷിപ്പാൻ ആ പാപമില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു. അവിടുത്തെ പാപമില്ല, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. യാതൊരു ഊനമില്ല, കളങ്കമില്ല, അകൃത്യമില്ല, അപാകതകളില്ല. എത്ര കോടതി മാറി മാറി വിധിച്ചിട്ടും യാതൊരു കുറ്റവും പാപവും കണ്ടില്ലല്ലോ. പീലാത്തോസ് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വിസ്തരിച്ചു. ഒടുവിൽ പുള്ളി കൊടഞ്ഞേച്ച് വെള്ളമെടുത്ത് കൈ കഴുകിയേച്ച് പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആ സാക്ഷ്യപ്പെടുത്തുക പരിശുദ്ധനാ, നീതിമാനാ. അങ്ങനെ ഭാര്യയ്ക്ക് രാത്രി സ്വപ്നവും ദർശനവും വന്നേച്ച് രാവിലെ വന്ന് പറഞ്ഞ് എല്ലാവരോടും കയറി തോണ്ടുന്നത് പോലെ ആ നീതിമാനും ദോഷമായിട്ടൊന്നും ഒപ്പിച്ചേക്കരുത്. മേടിക്ക് വന്ന് പിന്നെ മേടിച്ചെന്ന ആ ചരിത്രമൊക്കെ വന്ന അയാൾ ആയുസ് തീരുന്ന വരെ കൈകടി കണക്കുകയായിരുന്നു. എനിക്കൊന്ന് പുള്ളിക്ക് കോവിഡ് ആയിരുന്നു ഒന്നൊരു വെള്ളം കണ്ട ഉടനെ പുള്ളിക്ക് സ്തോത്രം ദോഷമൊന്നും ഒപ്പിച്ചേക്കരുത്. നീതിമാന സ്തോത്രം. ക്രൂശിക്കിടന്ന ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ അമ്മ രണ്ടുകൂടെ ആദ്യം പറഞ്ഞു. ഒടുവിൽ ഒരുത്തൻ വല്ലാതെ കണ്ട് പറഞ്ഞപ്പോൾ മറ്റവന് ബോധമുണ്ടായി. അവൻ പറഞ്ഞു, ആണി അടിച്ചിട്ട് നീ ഒതുങ്ങുന്നില്ല എന്ന് ചോദിച്ചു. അങ്ങനെ എഴുതിയിട്ടില്ലെന്നുള്ളൂ, അതൊക്കെ അതിന്റെ ആശയം. ആണി അടിച്ചിട്ട് നിനക്ക് ഒതുക്കം വരുന്നില്ലേ? അല്ല, നമ്മളോടും അങ്ങനെ ഈ പ്രശ്നമെല്ലാം വന്നിട്ട് നീ ഒതുങ്ങുന്നില്ലേ? നിനക്ക് ശ്വാസം മുട്ടല്ല, എന്നാലും മരുമകളോട് ജനലെ പിടിച്ചോ, ഇനി തള്ളയെ ഒതുങ്ങ. ഞാൻ തമാശ പറഞ്ഞതല്ല. എടാ, ഇത് ആണി അടിച്ചിട്ട് നീ ഒതുങ്ങുന്നില്ലേ? നിന്റെ കൊച്ചൻ നിന്നെ അനുസരിക്കുന്നില്ല. പെങ്കൊച്ചു വേറൊരുത്തനുമായിട്ട് ഒരു ധാരണ നിൽക്കുക. അമ്മാമ്മ എന്നെ മുഖം ചുളുക്കുന്നു. അമ്മാമ്മ ചുളുക്കണ്ടെന്ന് വേറെ ആൾക്കാർ ഏറ്റെടുത്തോളൂ. അമ്മാമ്മ ഇത് മുഴുവൻ ഏറ്റെടുക്കുന്നേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ ഇതിനകത്ത് കാണും. ഇനി ഇവിടെ ഇല്ലെങ്കിൽ ഓൺലൈനിൽ കാണും. മുഴുവൻ തൂതും ഏറ്റെടുക്കണ്ട. പുറകിൽ നോക്കുന്നത് ഏത് അമ്മാമ്മയാന്ന്. അമ്മാമ്മയ്ക്ക് അമ്മ ഏറെ തരാം, കഴിയട്ടെ. നിന്റെ മോൻ നിന്നെ അനുസരിക്കുന്നില്ല. മോള് അങ്ങനെ ഭർത്താവിന്റെ സ്വഭാവവും പൊതുവി പറയാനൊക്കത്തില്ല. എന്നിട്ട് നീ അടുത്തുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കുക. ഒതുങ്ങുന്നില്ലേ ആണി അടിച്ചിട്ടും? അതൊന്ന് ചിന്തിച്ചേ. സ്തോത്രം. അവനവൻ തന്നെത്താൻ ശോധന ചെയ്യുക. നിനക്ക് ശാരീരിക ക്ഷീണവും വൈകാരിക അസ്വസ്ഥതയും, എന്നാ നീ അങ്ങ് ഒതുങ്ങണ്ടേ? പിന്നെയും പ്രാർത്ഥനയ്ക്ക് വരുമ്പം വേറൊരാളെടുത്തിട്ട് ഇന്നടിക്കുക. എന്നെ ഇന്നലെ സൂസമ്മ വരാൻ നടുവേദനയായിരുന്നു. മാമ, എനിക്ക് ഡോക്ടർ പറഞ്ഞത് ഡിസ്കിനൊരു, എന്നാൽ ആ ഡിസ്ക് വെച്ചോണ്ടാ മറ്റവനിട്ട് പാര വെക്കുന്നത്. ഉണ്ടാ, ഒതുങ്ങുന്നില്ലല്ലോ. എടാ, വെള്ളപ്പൊക്കം വന്നിട്ട് ഒതുങ്ങിയോ? ഇല്ല. വെള്ളപ്പൊക്കം വന്നിട്ട് ഒതുങ്ങിയില്ല. ഭയങ്കര വീടുമൊക്കെ പണിത് സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ മിക്കയിടത്തും ഭയങ്കര വീടങ്ങോ. പിള്ളേർ അമേരിക്കയിലും ഗൾഫിലും പേർഷ്യയിലും ഒക്കെ പോയി ഇഷ്ടം പോലെ കാശ് ആയിക്കോട്ടെ. ഭയങ്കര വീട് പണിത് 2-3 നില പണിത് ഭയങ്കര മതില്, എരിഹോ മതില് പോലെ മതില് കെട്ടി വലിയ ഗേറ്റും ഒക്കെ ഇട്ട് ആമത്താടുമൊക്കെ ഇട്ട് മുട്ട് വാല് മുറിച്ച് 2 പട്ടി, ഒരു കൂർക്ക കറി വെക്കുന്നതല്ല. അതിനെല്ലാം വെച്ച് ഭയങ്കര രാജകീയമായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു. അന്നാലും നാട്ടെ ഡാമും എല്ലാം കൂടെ അങ്ങോട്ട് തുറന്നു, മഴയെല്ലാം കൂടെ പെയ്ത്. അത് വെള്ളം എങ്ങനെ പൊങ്ങി എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. വെള്ളം പൊങ്ങി. ആടിക്ക് വെള്ളം ഇങ്ങോട്ട് വന്ന വെള്ളത്തിന് വല്ലതും നിന്റെ മതിൽ വിഷയമാണോ? അയ്യോ, എൻ്റെ മോൻ അമേരിക്ക നയിച്ച കാശിന് പടുത്ത മതിൽ ആടിച്ച് തൂത്തോട്ട് കളഞ്ഞു. വെള്ളം കളവനും ചാടി മണ്ട കയറി. അവിടെ കയറിയപ്പോൾ വെള്ളം കയറി അങ്ങ് നിറഞ്ഞെന്നേ. ഒടുവിൽ കഥ അടയ്ക്കാനും മേലെ തുറക്കാനും മേല. കണ്ടതല്ലേ. ഞങ്ങളുടെ നാട്ടിലൊരു തള്ളയും തന്തേനും കൂടെ ഹെലികോപ്റ്റർ പൊക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് പോയി. തള്ള പറഞ്ഞ് വസ്ത്രം പോലും ചൊരിക്ക് ധരിച്ചില്ലെന്ന്.
ഇതൊക്കെ കണ്ടതും കേട്ട കാര്യങ്ങളാ. എന്നിട്ട് ഒതുങ്ങുന്നില്ലല്ലോ. ഉണ്ടോ? അത് കഴിഞ്ഞപ്പോ പുറകെ കോവിഡ് വന്നു. ആ വന്നപ്പോ ഇച്ചിരി ഒരു കരണ പോലൊക്കെ തോന്നി. ഇല്ലില്ല, ഈ പൂച്ച പുറകോട്ട് മാറുമ്പോൾ നമ്മൾ ഓർക്കുന്ന പേടിക്കുകയാണ്. അല്ലല്ല, അത് ശക്തിയോടെ മുന്നോട്ട് ചായാണ്. അതിനാ ഇതെല്ലാം വന്നിട്ട് പഠിക്കുന്നില്ലല്ലോ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിന്റെ ജീവിതത്തിൽ വന്നത്. എന്നിട്ട് നീ മറ്റുള്ളവനെ ദുഷിക്കുകയും പഠിക്കുകയും അവന് ഭാര വെക്കുകയും ദോഷോപ്പിക്കുകയും ചെയ്യല്ലേ? അല്ലേ? കൊച്ചങ്ങൾ നാലെണ്ണ അമേരിക്കയിലും കാനഡയിലും അതൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും നല്ല കാര്യം. ആരും അന്വേഷിക്കുന്നുമില്ല. വയ്യാതെ കിടന്നാൽ ആരുമില്ല. എന്നാൽ ഉള്ള വസ്തുവില് ഒരു 5 സെന്റ് 3-4 ഏക്കറുണ്ട്, നല്ലത്. എന്നാൽ ഒരു 5 സെന്റ് കൂടെ ഉള്ളൊരു വിശ്വാസിക്ക് കൊടുത്താലോ? വസ്തുവും വീടും ഇല്ലാത്തവനെ അവനോട് പറയാം, നിങ്ങൾ അവിടെ ഒരു ചെറിയ വീട് വെക്കുക. ഒക്കെന്നെങ്കിൽ സഹായം ചെയ്യാൻ ഒക്കെന്നെങ്കിൽ ചെറിയ വീടിനുള്ളത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പിന്നെ ആർത്തിയാ വെട്ടിപ്പിടിക്കാൻ. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതുള്ളൂ. ക്രൂശിൽ കണ്ടെന്നാൻ പറഞ്ഞു, മിണ്ടാതിരി കേട്ടാ മുടിഞ്ഞോനെ, ആണി നിറച്ചിട്ട് നീ ഒതുങ്ങുന്നില്ലേ? എടാ, നമ്മൾ തെറ്റ് ചെയ്തിട്ടാ ഈ ആണിയെ തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ നാവടക്ക്. ആ ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തിന് ബോധം വന്നിച്ച് പറഞ്ഞു, അവിടുന്ന് നീതിമാന്. അറിഞ്ഞവൻ എന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകാടിയിൽ. അറിഞ്ഞവൻ എന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകാടിയിൽ. പാരിലൻ ജീവിത യാത്രയിലെന്ന് പിരിയാതെ കൂടെ വരുന്നവനാ. പാരിലൻ ജീവിത യാത്രയിലെന്ന് പിരിയാതെ കൂടെ വരുന്നവനാ. ആണികളേറ്റ പാണികളാലെ ആണികളേറ്റ പാണികളാലെ അനുദിനം അവനെന്നെ നടത്തിയിടുന്നു. അനുദിനം അവനെന്നെ നടത്തിയിടുന്നു. ഉലകിലെല്ലാരും പ്രതികൂലമായാലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല. ഉലകിലെല്ലാരും പ്രതികൂലമായാലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല. ഉயிருള്ള നാളല്ല ഞാനവനായി ഉണർന്നു വിശ്വാസത്തിൽ വേല ചെയ്യും. ഉயிருള്ള നാളല്ല ഞാനവനായി ഉണർന്നു വിശ്വാസത്തിൽ വേല ചെയ്യും. ആണികളേറ്റ പാണികളാലെ ആണികളേറ്റ പാണികളാലെ അനുദിനം അവനെന്നെ ഉണർത്തിയിടുന്നു. ഓ, അനുദിനം അവനെന്നെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ തിരുപ്പറവയാൽ മനുഷ്യവർഗത്തിന് വന്ന നേട്ടങ്ങൾ: 1, നമ്മുടെ ഭയം മാറി. ദൈവത്തിന് സ്തോത്രം. 2, നമുക്ക് ഒരു രക്ഷിതാവുണ്ടായി. 3, ഇരുട്ട് മാറി. നിന്റെ ഭവനത്തിനകത്ത് ഇരുട്ട്, ആ ഇരുട്ട് ജീവിതത്തിന്റെ ഇരുട്ട് പിശാചിനെ കാണിക്കുന്നതാ. ഇരുട്ട് പാപത്തെ കാണിക്കുന്നതാ. ഇരുട്ട് നരകത്തെ കാണിക്കുന്നതാ. നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശു മാത്രം. പ്രൈസ് ദി ലോർഡ്. ആ ഇരുട്ട് മാറ്റി. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ചാർച്ചക്കാർക്കും തലവേദനയായി അടിച്ച് കോൺതെറ്റി ഓടെ കിടക്കുകയാണ്. അവിടെ കിടക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു, നമ്മുടെ പാപ്പച്ചൻ അവിടെ കിടക്കുന്നത് അത് ഞങ്ങളുടെ ഇടവകയിലെയാണ്. കാരണം കയ്യാലയ്ക്കും കനാലിന് ഇടയ്ക്ക് അതാ ഇടവക. പറയാ കയ്യാല്, പറയാ കനാലും, ഇതിനിടയിലാ പാപ്പച്ചൻ കിടക്കുന്നത്. അന്നേരം ഞങ്ങളുടെ ഇടവകപ്പെട്ട ആട്ടെ ഇടവക. അങ്ങനെ ഇടവക കിടന്ന പാപ്പച്ചനായിപ്പം ഈ വകയുടെ എല്ലാ ഇടയെ വന്നത്.
അവച്ചാ സ്വോത്രം പറവാച്ചാ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റി യേശു നിന്റെ ഉള്ളത്തിൽ വന്നു. ഇന്ന് രാത്രി നിന്റെ ജീവിതം ആത്മഹത്യക്കൊന്ന് നീ ഒരുങ്ങണ്ട. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്? നിന്റെ ഇരുട്ട് മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ സ്തോത്ര തകർച്ച മാറ്റുവാൻ യേശു ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. നീ ആ കർത്താവിനായി സമർപ്പിക്ക്. ജീവിതത്തിന്റെ ഇരുട്ട് മാറും, കുടുംബത്തിന്റെ അന്ധകാരം മാറും. ഭാർഗവീ നിലയം പോലെ കിടന്ന് എത്രയെത്ര വീടുകള് നമ്മൾ ചെന്ന് സുവിശേഷം പറഞ്ഞ് രക്ഷകനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആമൻ വെച്ച കഞ്ഞി കുടിക്കാൻ പാടില്ലാതെ എന്നും ആലോചിക്കും. കലമെടുത്ത് തല്ലിപ്പൊടിച്ച് ചട്ടിയും കലവും മേടിച്ച് നല്ലമാരുടെ ഊപ്പാട് വന്നു എന്ന് അവരാച്ചം അടിച്ച് പൊട്ടിക്കുക. കൊച്ചുങ്ങൾ നോക്കി നിൽക്കുക, ചോറും പറ്റുമൊന്നും കിട്ടുകയില്ല. പിന്നെ പൊട്ടിയ മംഗലത്തിന്റെ വക്കിനകത്തിരുന്ന് ചോറ് കൊച്ചുങ്ങൾ പെറുക്കത്തുണ്ട്. ഇപ്പോഴത്തെ കുറച്ചുകൂടെ പുറകോട്ടായി പറഞ്ഞത് ഇല്ലേ? എത്ര കുടുംബം ചിന്നമ്മയുടെ മുടിക്ക് പിടിച്ച് വലിച്ച് ആടിച്ചത്. ചിലത്ത് ചിന്നമ്മ തിരിച്ചടിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ ഇവിടെ പണ്ടൊരു സഹോദരി വന്നപ്പം വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എന്നെ തല്ലുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പേടിയാ? ഞാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. ഒരിക്കൽ എന്നെ അടിച്ചു, കൂടത്തൊരൊറ്റ അടി. ഞങ്ങൾക്കൊരു തള്ളയുണ്ടായിരുന്നു. അവിടെ സഭയെ വന്നത്. അപ്പം ഞങ്ങൾ വർത്താനം പറഞ്ഞു, ഇച്ചിരി ഇപ്പം ക്ഷീണമായെന്നാണ് ഞാൻ നേരത്തെ കാര്യമാണ്. ഞാൻ അമ്മച്ചി, നമ്മുടെ ഒരു പാസ്റ്റർ ചോദിച്ചു, അമ്മച്ചി ഭർത്താവിന് തല്ലിയിട്ടുണ്ടോ? ഒറ്റയടിക്ക് താഴെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അബദ്ധം. ഇല്ല, അടിച്ചില്ല, ഞാൻ അടിക്കാൻ ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അജ്ഞാതകാലത്ത്. അപ്പൊ ഞങ്ങളത് വെച്ചോണ്ട് ചോദിച്ചു, അമ്മച്ചി ഭർത്താവിനെ അടിച്ചെന്നാ ഇങ്ങനെ നാട്ടിൽ ഒറ്റയടിക്ക് ഞാൻ താഴെ ഇട്ടെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി കിടയത് അബദ്ധമായില്ല പറഞ്ഞു. ഇല്ല, അടിച്ചില്ല, അടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ അയാൾ തല്ലുകൊണ്ട് ഊപ്പാട് വന്നത്, അത് വേറൊരു വിഷയം. അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അതാ ഇരുട്ട്. അന്യോന്യം അടിയും ബഹളവും കേസും കോടതിയും. കുഞ്ഞുങ്ങൾ പരക്കം പാകിയത് അയ്യോ എന്നും വിളിച്ച് അയലത്തെ വീട്ടിലാണ് ഓടിക്കേറിയത്. അപ്പുറത്തെ അമ്മാമ്മ കുഞ്ഞുങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി കഞ്ഞി കൊടുത്തു. ഈ കുടുംബത്തിൽ എന്നും അലോഗ്യമാ, പ്രശ്നമാ, എന്നും വൈതരണികളാ. പക്ഷേ സുവിശേഷത്തിന്റെ ദിവ്യ വെളിച്ചം ആ വീട്ടിൽ വന്നു. യേശുവിന്റെ വെളിച്ചം ആ വീട്ടിൽ ചെന്നു. ആ വീടിന്റെ അന്ധകാരം മാറി. ആ വീട്ടിൽ ഇപ്പോൾ സന്ധ്യയ്ക്ക് അലോകവും വിളക്കും ചട്ടിയും കലവും തല്ലിപ്പൊട്ടിക്കുകയല്ല. ആമ കുമ്പനാട്ടിൽ നിന്ന് തമ്പേറ് മേടിച്ച് എല്ലാവരുടെ വട്ടമിട്ടിരുന്ന് തമ്പേറടിച്ച് പാട്ട് പാടുക. ഇതാണ് ഇരുട്ട് മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്രയെത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, എത്രയെത്ര കുടുംബങ്ങൾക്ക് വിടുതല കിട്ടി. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് യേശു. അതിന് തീർത്ഥയാത്രയും തീർത്ഥാടനം ഒന്നും നടത്തണ്ട. തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും പോകണ്ട. തെള്ളിനിട കയറി നിന്റെ കയ്യും കാലും ഒടിയുകയും വേണ്ട. നിന്നെ ചവിട്ടിയിട്ടേച്ച ഒരാൾ കയറി പോകുകയും വേണ്ട. നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് ഇത്രയും പ്രാർത്ഥിക്കും, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറ്റണം. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറ്റുവാൻ കഴിവുള്ളവനാ നസറേയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോ, ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടം, മൂന്നാമത്തെ നേട്ടം ഇരുട്ട് മാറി. വ്യക്തിപരമായ ജീവിതത്തിലെ ഇരുട്ട്, മദ്യപിച്ചും പുകവലിച്ചും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു വെക്കാൻ നടന്ന അവൻ സഹോദരൻ താണ്ട മാന്യമായിട്ടിരിക്കുന്നു. പണ്ട് ഇവന്റെ ചുണ്ട് കണ്ടാൽ വറകലം പോലും തോറ്റുപോകും. ഉള്ള കഞ്ചാവെല്ലാം കൂടെ അടിച്ച് വീടിയെല്ലാം കൂടെ വലിച്ച് അടിച്ച് കവളിരുന്നത് സോഡാക്കുപ്പി പോലെ, പഴയ സോഡാക്കുപ്പി, പട്ടു സോഡ കണ്ടിട്ടില്ലേ? പട്ടു സോഡ കണ്ടിട്ടില്ലേ? നിങ്ങളെല്ലാം ജപ്പാനിൽ നിന്ന് വന്നതാ ഈ യോഗത്തിന് വേണ്ടി. ഇന്നലെ വൈകിട്ട് മോൻ കണ്ടിട്ടുണ്ടോ വട്ടു സോഡ?
വട്ട് സോഡ കാണാൻ സാധ്യത ഉണ്ടല്ലോ. ഗോലി സോഡ, ആ ഗോലി, ആ വട്ട്. നീ അമക്കി ആ വട്ട് സോഡയുടെ കവള് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ആയിരുന്നു പണ്ട്. കാരണം വലിച്ചു വിട്ടല്ലേ ഇവിടുന്ന് കുണ്ടറയ്ക്ക് പോന്നു. കവളും കുഴിഞ്ഞ്, കണ്ണും കുഴിഞ്ഞ്, കവള് പൊട്ടി, പല്ലും തേക്കൽ. രാവിലെ പല്ല് പോലും തേക്കാല, തിന്നെ കുത്തി വലിച്ചങ്ങോട്ട് വിട്ടേച്ച് ഒരു കപ്പ് ചായ. നാടാ, പല്ലും തേക്കുകയില്ല, കുളിക്കുകയില്ല. ഏതാ പണ്ടത്തെ കാലം. എന്നാൽ യേശു ഉള്ളത്തി വന്നപ്പോൾ രാവിലെ എഴുതുന്ന ദിനചര്യകളെല്ലാം കഴിഞ്ഞേച്ച് അവൻ വട്ടമിട്ട് പാട്ട് പാടും. വെളുപ്പിനെ ആദ്യം ദൈവത്തിന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കും. സ്തോത്രം. അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽ കല്ലുണർന്നു, അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽ കല്ലുണർന്നു, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നോ ധന്യ, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നോ. മനമേ ഉണർന്നു സ്തുതിക്ക നിൻ ദൈവത്തെ, നീ മനമേ ഉണർന്നു സ്തുതിക്ക, മനമേ ഉണർന്നു സ്തുതിക്ക നിൻ ദൈവത്തെ, നീ മനമേ ഉണർന്നു സ്തുതിക്ക. ജീവ ജന്തുക്കളെല്ലാം ദൈവ മഹത്വത്തിനായി, ജീവ ജന്തുക്കളെല്ലാം ദൈവ മഹത്വത്തിനായി. ജീവ ജന്തുക്കളെല്ലാം ദൈവ മഹത്വത്തിനായി. ലാവണ്യനാദമോടെ ആവോളം പുകഴ്ത്തുന്നു, ലാവണ്യനാദമോടെ ആവോളം പുകഴ്ത്തുന്നു. മനമേ ഉണർന്നു സ്തുതിക്ക നിൻ ദൈവത്തെ, നീ മനമേ ഉണർന്നു സ്തുതിക്ക. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇരുട്ട് മാറ്റിയ മാർഗമാ ക്രിസ്തു. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറ്റുവാൻ കഴിവുള്ളവനാ യേശു. യേശുവിന്റെ തിരുപ്പറവയാൽ അവൻ ഇരുട്ട് മാറി, ദേശത്തിന്റെ ഇരുട്ട് മാറി. അമ്പിപ്പോയിട്ട് ഇരുട്ട് മാറ്റാൻ കഴിവുള്ളതാ ക്രിസ്തു. കുണ്ടറ എന്നാ പേര്. കുണ്ടറയെല്ലാം മാറ്റും. സ്തോത്രം. നീ എന്നും കുണ്ടറ കിടക്കാൻ ദൈവം അനുവദിക്കുകയല്ല. യോസേപ്പിനെ കുണ്ടറയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നെന്ന് നിങ്ങളെല്ലാം ന്യൂസിലൻഡ് വിടുവെന്നല്ലേ പറഞ്ഞത്. സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ ദേശത്തിന്റെ അന്ധകാരം മാറും. മോശ മരുഭൂമിയിൽ പിച്ചൽ സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെ ഉയർത്ത്. അവിടുന്ന് ദിവ്യ പ്രകാശമാണ്. ദേശത്ത് ഉയർത്ത്. ഞാൻ ഈ പെന്തിക്കോസുകാരോടൊക്കെ പറയും, എടാ, അവനവൻ ആരാധിക്കുന്ന ഹോളിന്റെ മേളിലെ സഭാഗോളുണ്ടെങ്കിൽ നിയമം അനുസരിച്ച് ഒരു മൈക്ക് വെച്ചേച്ച് വെളുപ്പിനെ എഴുന്നേറ്റ് 2 പാട്ടും ഒക്കുന്നെങ്കിൽ വേദപുസ്തകം ഒന്ന് വായിച്ച് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്ക്. മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അത് വല്ലതും ചെയ്യണം, ഉടനെ കമ്മിറ്റി കൂടണം. കുണം പിടിക്കാത്തവനെല്ലാം തവയ്ക്കകത്തും മിക്കടത്തും ഉണ്ട്. ഒരുത്തൻ പറയും കോളാമ്പി വെക്കാം, മറ്റവൻ പറയും കോളാമ്പി ഈ സഭ ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം ഉടനെ മറ്റവൻ പറയും എന്നാ ബോക്സ് ഇവിടെ വെക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇവനൊന്നും ഗുണമാകത്തുമില്ല, ഇത് ഗുണം പിടിപ്പിക്കുകയില്ല. അമ്മാമ ഏതാണ്ട് പറഞ്ഞ ഇവിടെ ഉണ്ടോ? എന്തിയാ നിങ്ങളുടെ ഉപദേശി? ദൈവം അനുഗ്രഹിക്കട്ടെ. എവിടാ വെച്ചേക്കുന്നേ? രാവിലെ പാട്ട് ഇടും. ഇനി കയറി വന്നേ, ഇങ്ങോട്ട് കയറി വന്നേ. അത് അഭിനന്ദനീയമായ കാര്യമാ. ഇങ്ങോട്ട് കയറി വന്നേ. പിന്നെ എല്ലാവരും ലൈവിലൊന്ന് കാണട്ടെ.
തലയിടിക്കരുത്. 4 മണിക്ക് ഇടുവോ? 4:35. 10 മിനിറ്റ് എങ്കിലും ഉണ്ടോ? 15 മിനിറ്റ് മതി. മുടക്കരുത്. പെടലി പോയാൽ മുടക്കരുത്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യം. പാട്ട് ഏതായിരുന്നേ? നമ്മൾ പാടുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും മുടക്കരുത്. അഭിനന്ദിക്കുന്നു. എല്ലാ പെന്തിക്കോസുകാർക്കും മാതൃകയാണ്. പണ്ട് അസംബ്ലീസ് കോളേജിൽ വി ഡി തോമസ് ഉണ്ടായിരുന്നു. അയിരൂരിരിക്കുമ്പം ഞാൻ ഒരിക്കൽ ശുശ്രൂഷ കഴിഞ്ഞ് അവിടെ വൈകിട്ട് വിശ്രമിച്ചു. വെളുപ്പിനെ പുള്ളി റെക്കോർഡിട്ടു. അങ്ങനെയുള്ള ചില സഭകളുണ്ടെന്ന്. ഇതുപോലൊക്കെ ചില ഗുണം വരുന്ന ആൾക്കാരുണ്ട്. മിക്കയിടത്തും സഭകളിൽ ലൈറ്റ് പോലും വിടുകയല്ല. കറണ്ട് ബില്ല്. പിന്നെ എന്തിനാണ് അതെല്ലാം പണിത് വെച്ചേക്കുന്നത്? ലൈറ്റ് പോലും വിട. ആ ഭാഗത്തൂടെ പോകാൻ പേടിയാ കൊച്ചുങ്ങൾക്ക്. പൂണന്റെ തീറ്റി നിന്നേച്ച് കയറി അങ്ങ് കിടക്കും. വെളുപ്പിനെ എഴുന്നേക്കത്തുമില്ല. എടാ, നീ രാവിലെ എഴുന്നേറ്റ് പാട്ട് പാടി ദൈവമുഖം അന്വേഷിക്കണം. ഹൈന്ദവ സ്നേഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, രാവിലെ റെക്കോർഡ് ഇടുകയല്ലേ? ഇടും. അത് അവരുടെ ആചാരമാണ്. നമ്മളിപ്പോ അതൊന്നും നമ്മുടെ വിഷയമല്ല. അത് അവരുടെ വിശ്വാസവും ആചാരം. അതെന്തുവാകട്ടെ, അവർ രാവിലെ ഇടും. കോളാമ്പി പെർമനന്റ് കെട്ടിവെച്ചിരിക്കുക. കോളാമ്പി അല്ലേ ഈ ബോക്സ് അല്ലെ തത്തുല്യമായത് നിയമം അനുസരിച്ച്. അത് അവിടെ തന്നെ ഒന്നെങ്കിൽ അല്ലെ ആലയിലോ മരത്തിലോ മാവേലോ മണ്ട എവിടെയെങ്കിലും വെക്കും. കൃത്യത്തിനിട്ടിരിക്കും. നാഴിക വിനാഴിക തെറ്റുകയല്ല. തെറ്റുവോ? നമ്മൾ 7:45 ആകുമ്പോഴാ രജനി 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 അല്ല, ശോശാമ്മയാ രജനി. 7:45 ആകുമ്പം അതിരാവിലെ ദൈവമുഖത്തേക്ക് നോക്കണം. സ്വർഗത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തണം. രാവിലെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇരുട്ടുള്ള കാലത്ത്, അന്ധകാരമുള്ള കാലത്ത് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല. അലോകവും മഴക്കും അടിപിടിയും കേസും. എന്നാൽ യേശുവാകുന്ന ദിവ്യ വെളിച്ചം നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീടിന്റെ അന്ധകാരം മാറി. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറ്റുന്ന മാർഗമാണ് യേശുവിന്റെ മാർഗം. ദേശത്തിന്റെ അന്ധകാരം മാറും. രാജ്യങ്ങളുടെ അന്ധകാരം മാറുകയല്ലേ? ഈ കേരളത്തിൽ എന്തെല്ലാം അന്ധകാരമായിരുന്നു. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ. വെള്ളത്തുണി എടുത്തോണ്ട് റോഡിൽ കൂടെ നടക്കാനൊക്കെ അല്ലേ 100 കൊല്ലം മുമ്പ് എല്ലാവർക്കും. അത് അവര് മെയിൻ ആൾക്കാരൊക്കെ വെള്ളത്തുണി എടുത്തോണ്ട് നടക്കും. നിങ്ങളുടെ വല്യപ്പൻ വെള്ളത്തുണി എടുത്താൽ പറിച്ച് ഊരോട്ട് കളയും. അല്ല, തേമ്പും കിട്ടും. ഒക്കത്തില്ല. കെടികെട്ടിയ, ഇപ്പം ക്രൈസ്തവ പാരമ്പര്യം പറയുന്ന കെടികെട്ടിയ ആൾക്കാർ തന്നെ ചുട്ടിത്തോർത്തും തൊപ്പിപ്പാളയാ. പഴയ വല്യപ്പന്റെ ഫോട്ടോ നോക്കിക്കേ, സമ്മതിക്കുകയല്ലായിരുന്നു. ഇതുപോലെ വെളുത്ത തുണിയൊന്നും കൊടുത്ത് സാധാരണക്കാർക്കും സാധുക്കൾക്കും ഒന്നും നടക്കാനൊക്കത്തില്ല. അതൊക്കെ അവർക്കാ പറഞ്ഞേക്കുന്നത്. അങ്ങനത്തെ അന്ധകാരമായിരുന്നു. പള്ളിക്കൂടത്തിന് ഒരു പെങ്കൊച്ചനെ ഇരുത്തിയെന്ന് പറഞ്ഞ് പള്ളിക്കൂടത്തിന് തീ വെച്ചു. ഇപ്പോഴല്ല, പണ്ട്. അന്ധകാരമാണ്. അയിത്തം ഒന്നിച്ചൊരു പന്തിയിൽ ഇരിക്കുകയല്ല, കല്യാണത്തിന് ഒന്നിച്ചിരിക്കുകയല്ല, കെട്ടുകയല്ല, കൂട്ടുകയല്ല, വാടിക്കുകയല്ല. ഇല്ലേ? കേട്ടിട്ടില്ലേ? അതുകൊണ്ടല്ലേ ആശാൻ തോന്നക്കല്ലേ ആശാന് നല്ല വരികളല്ലേ എഴുതിയത്? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. അപ്പൊ അന്ന് ഭയങ്കര അയിത്തമാണ്. എല്ലാവർക്കും ഒന്നും ദൈവത്തെ ഭജിക്കാൻ അനുവദിക്കുകയല്ല. അതുകൊണ്ടാ മഹാനായ ശ്രീനാരായണ ഗുരു അവർകള് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഒരു കല്ലെടുത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അതറിഞ്ഞോണ്ട് വലിയ പുള്ളിക്കാർ ഓടി വന്നു. തല്ലാനും കൊല്ലാനുമായി വന്നത്. പിന്നെ പുള്ളി യുക്തിക്ക് മറുപടി പറഞ്ഞു. ആരോട് ചോദിച്ചോണ്ടാണ്? അറിയാമല്ലോ. പുള്ളി പറഞ്ഞു, ഇത് ഈഴവരുടെ ശിവനാന്ന് പറഞ്ഞു. അപ്പം താറം മാറ്റി വന്നവൻ പറഞ്ഞ് നമ്മുടെ അല്ല അവരുടെയാന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ശിവൻ അപ്പുറം ഇരിപ്പുണ്ട്. അത് നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. ഈഴവ ശിവനാന്ന് പറഞ്ഞു.
അയിത്തം ആ കാലത്തൊക്കെ അവരൊക്കെ ഒത്തിരി ആ വിധത്തിൽ അനുഭവിച്ചവരാ. ധാരാളം പേര് തൊട്ടുകൂടാത്തവര് തൊട്ടാലുടനെ പോയി കുളിക്കും. ഇപ്പൊ ഒരെണ്ണം കുളിക്കുന്നില്ല, സഭായത്തിന് പോലും കുളിക്കാതെ മറ്റേ ഇതെല്ലാം കൊണ്ട് കുളിക്കാതാന്ന്. എല്ലാവരുടെയും കാര്യമല്ല. രണ്ട് സഹോദരിമാര് വഴി കൂടെ പറഞ്ഞുകൊണ്ട് വന്ന് ഞാൻ തന്നെ നിന്ന് വേദപുസ്തകം വായിച്ച് ഇങ്ങനെ നോട്ട് തയ്യാറാക്കുക. അന്നേരം വഴി റോഡ് അടുത്ത റോഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോവുക. ഞാൻ അവിടെ ഇരിക്കുന്ന കാണുന്നൊന്നുമില്ല, പക്ഷെ ഉറക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കേൾക്കാം. ഒരാൾ പറഞ്ഞു, ഞാൻ ഒത്തിരി നാളുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഒന്ന് കുളിച്ചെന്ന്. അയ്യാഴിയൊന്നും അല്ല. ചിലര് രാവിലെ 5 മണിക്ക് പോകും പള്ളിയിലെ, മിക്കതും കുളിക്കുകയല്ല, കിടന്ന കിടപ്പി. ആ കാര്യത്തിന് ഹൈന്ദവ സ്നേഹിതന്മാരെ ബഹുമാനിക്കണം, അവരെ അഭിനന്ദിക്കണം. കുളിക്കാതെ ഒരെണ്ണം അമ്പലത്തിൽ കയറുകയില്ല. എന്നാ നിങ്ങൾക്ക് ഒരു അരുതാഴ്ച പോലെ? അതായത് ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അത്ര നല്ലതല്ല, എന്നാലും അങ്ങ് പറയാം. ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളലാന്ന്. സത്യം പറയുന്നതൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ ഹൈന്ദവ സ്നേഹിതന്മാരെ നോക്കിക്കേ, അവര് ക്ഷേത്ര ദർശനത്തിൽ നിർമാല്യമൊക്കെ പ്രായമുള്ള വല്യമ്മ വരെ കുളിച്ചേ പോവുള്ളൂ. എൻ്റെ വല്യമ്മ ഇപ്പോഴും ഉണ്ട്, വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കും. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ചെന്നു, ഞാൻ 106 വയസ്സുണ്ട്. ഞാൻ ചെന്ന് കണ്ട് കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കുളിച്ചോ? ആ, വെളുപ്പിനെ കുളിച്ചെന്ന് പറഞ്ഞു. ഞാൻ കൊച്ചമ്മ ഉപ്പാപ്പൻ്റെ ഭാര്യ, ഞാൻ ചോദിച്ചു ചൂടുവെള്ളത്തിലാ? പിന്നെ പച്ചവെള്ളത്തിലാ കുളിച്ചെന്ന് പറഞ്ഞു. 106. വയസ്സുണ്ട്. രാവിലെ പച്ചവെള്ളത്തിൽ കുളിച്ചെന്ന്. നിങ്ങൾ പറയാ തളയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, കുളിച്ച് നനഞ്ഞിരുന്നാൽ മതി, ഞങ്ങൾക്ക് എന്തെല്ലാം ജോലി. ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, ദേശത്തിന്റെ അന്ധകാരം മാറ്റുവാൻ കഴിവുള്ളത് ദിവ്യ വെളിച്ചമാകുന്ന യേശു. ഇന്ന് രാത്രി ആ യേശുവിനെ ദേശത്ത് ഉയർത്ത്. മോശ മരുഭൂമിയിൽ പിച്ചളസപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്ത്. ദേശത്തിന്റെ അന്ധകാരം മാറും, രാജ്യത്തിന്റെ അന്ധകാരം മാറും. അതാണ് ഞാൻ പറഞ്ഞ, കേരളത്തിൽ അന്ധകാരനിബിഡമായ അന്തരീക്ഷമായിരുന്നു. റോഡിൽ കൂടെ പട്ടിക്ക് നടക്കാൻ, മനുഷ്യനെ നടക്കാൻ മേല. പട്ടിക്ക് കുരയ്ക്കുകയും ചെയ്യാം, നടക്കുകയും ചെയ്യാം. പട്ടിക്ക് ആരെ വേണേലും കടിക്കുകയും ചെയ്യാം, മനുഷ്യനൊക്കത്തില്ല. അങ്ങനത്തെ ഒരു കാലം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ട ദോഷം. നടന്നു വരുമ്പോൾ മഴിയിലെങ്ങും പോയി നിൽക്കാനൊക്കത്തില്ല, ചാടി ഓടിക്കോണം. എന്നേ ആറ്റി ചാടുകയോ, കുളത്തിൽ ചാടുകയോ, പോളയ്ക്കകത്ത് താഴുകയോ, അല്ലെ ഓടി മറയോ ചെയ്തോണം. നിൽക്കാനൊക്കത്തില്ല, ശബ്ദമൊക്കെ ഉണ്ടാകും, ഹോയ് 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 എന്ന്. ഇന്നെങ്ങാനും അങ്ങനെ ശബ്ദം ഉണ്ടാക്കി എങ്ങാനും വന്നാ അല്ലെ, കൈക്ക് ബലമുള്ള പിള്ളേരുണ്ട്. സ്തോത്രം. പണ്ടങ്ങനെ നടക്കുമെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള അന്ധകാരത്തിനും ഈ ഇരുട്ടിനുമൊക്കെ മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതെ, മൺട്രോ സാഹിബിന്റെ ചരിത്രം വന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ബെഞ്ചമിൻ മെയ്ലി, അനേകം മിഷനറി വൈര്യന്മാർ ഈ ദേശത്ത് യേശുവിന്റെ, സാഹിബന്മാരുടെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞു. ചില അടച്ചങ്ങ് സാഹിബന്മാരെ ആക്ഷേപിക്കുക, അല്ലല്ല, നല്ല സാഹിബന്മാരുണ്ടായിരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ സാഹിബന്മാര്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സാഹിബന്മാര്, ആ മിഷനറി വൈര്യന്മാരൊക്കെ ഇവിടെ വന്ന് എത്രയോ പേര് ഇവിടെ ജീവിതം അവസാനിപ്പിച്ചു. സുവിശേഷത്തിന് വേണ്ടി അവരിവിടെ ജീവിതം ഏൽപ്പിച്ചു തന്നു. അവർ മുഖാന്തരം സത്യസുവിശേഷം, ദിവ്യസുവിശേഷം വന്നു. അതുകൊണ്ടാണ് നമ്മുടെ മട്ടും സ്ഥിതിക്കും മാറ്റം വന്നത്. ആട്ടെ, ഓടിച്ച് മുമ്പോട്ട് പോക. ഇരുട്ട് മാറ്റുന്ന മാർഗമാ ക്രിസ്തു. ഒന്ന്, ആമേൻ സ്തോത്രം. നമ്മുടെ ആമേൻ സ്തോത്രം, ആമേൻ ഭയം മാറ്റി. 2, നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. 3, ക്രിസ്തുവേശുവിന്റെ തിരുമരണത്താൽ ഇരുട്ട് മാറി. സ്തോത്രം. 4, തേജസ് ലഭിച്ചു. അവിടെ അങ്ങനെ ആയിരിക്കുന്നത്, തേജസ് ചുറ്റി മിന്നിയെന്നല്ലയോ കർത്തദാസനെ. വായിച്ചേ. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി.
തേജസ് അവരെ ചുറ്റി. എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ ഇരുന്ന ജനത്തിന് തേജസ് ലഭിച്ചു. ആ തേജസ് ലഭിച്ചത് യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാല. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ വശീകരണ ശക്തികളാൽ ഏദൻ തോട്ടത്തിൽ പാപം പ്രവേശിച്ചു. ആദ്യ മാതാപിതാക്കളാകുന്ന ആദമിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കി കൽപ്പനകൾ കൊടുത്തു. തോട്ടം കാക്കണം, കാത്തില്ല. തോട്ടത്തിൽ പാമ്പ് കയറി സഹോദരികൾക്ക് ചതിച്ച് വഞ്ചിച്ച് അവൻ ആദിമാതാവിനെ വകവരുത്തുവാൻ അവൻ വഞ്ചിച്ച് പാപം ചെയ്യിപ്പിച്ച് വിലക്കപ്പെട്ട കനി പറിച്ച് ഭക്ഷിച്ച് ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. രണ്ടുപേരും ചതിക്കുടിയിൽ അവൻ പാപത്തിൽ അകപ്പെട്ടു. ആ പാപത്തിൽ അകപ്പെട്ടത് കൊണ്ട് എന്തെല്ലാം കുഴപ്പടി ഉണ്ടായി. പാമ്പ് അമ്മാമ്മയുടെ അടുക്കലാന്നല്ലോ ആദ്യം വന്നേ. ഞാൻ എപ്പോഴും പറയും, ആദ്യം പാമ്പ് വന്നപ്പം അമ്മാമ്മ അങ്ങ് ഒഴിച്ചു വിട്ടാൽ മതിയായിരുന്നു. ഇപ്പം വരണ്ട, അച്ചായൻ 4 മണിയാകുമ്പം വരും, തോട്ടത്തിൽ ജോലിയൊക്കെ കഴിഞ്ഞു. അന്നേരം ഞങ്ങളെ ഇവിടെ ആക്കിയ പുള്ളി മേളിൽ നിന്ന് വരും, നീ അന്നേരം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അങ്ങ് വിട്ടാ പോരായിരുന്നോ? മിണ്ടുകല്ല. അമ്മേ പറയാമേ, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം തിരിച്ചു പോകാം. അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. അന്നേരം സമ്മതിച്ചില്ല. ഇവന്റെ ആ ചിരിയും സംസാരവും ശൈലിയും ഇതെല്ലാം കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, എടാ അച്ചായൻ വരാറായി, നീ ഫോൺ നമ്പർ തന്നേച്ച് പോകാൻ. ഞാൻ ഇപ്പോഴത്തെ രീതിയിൽ അങ്ങ് പറയുക. അമ്മാമ്മ പാമ്പിന്റെ ഫോൺ നമ്പർ അന്നേരം അമ്മാമ്മ ചോദിച്ചു, വാട്സപ്പ് ഉണ്ടോടാന്ന് ചോദിച്ചു. വാട്സപ്പ് ഉള്ള നമ്പർ വേണം. അപ്പൊ പാമ്പ് അമ്മാമ്മയ്ക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തു. അമ്മാമ്മ അങ്ങോട്ടൊരു മിസ് കോള് വിട്ടു. ആർക്ക്? പാമ്പിന്. പാമ്പ് സന്ധ്യയായപ്പോ ഇങ്ങോട്ട് ഇങ്ങനായിരിക്കുന്ന ഏതാ പാമ്പിന്റെ? അവനറിയാതല്ല, കണ്ടോ? അവൻ മൂപ്പാ. പിന്നെ ഇതാ ചിഹ്നം, പാമ്പിന്റെ നാക്ക്. അങ്ങനെ ഇത് തുടങ്ങിയത്. അവൻ ആ നാക്ക് വെച്ച് നല്ല പ്രയോഗം അങ്ങ് നടത്തി. ചതിച്ചു, വശീകരിച്ച്, വഞ്ചിച്ച് അകപ്പെടുത്തി. വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ വഞ്ചകനാകുന്ന പിശാച് വരെ വഞ്ചിച്ച് ചതിച്ച് പാപം ചെയ്യിപ്പിച്ചു. ഈ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ച പല കാര്യമുണ്ട്. ഒന്ന്, പാപം നിമിത്തം ആ മരണം വന്നത്. സ്തോത്രം. പാപത്തിന് ശമ്പളം മരണം സംഭവിച്ചു. 2, പാപം നിമിത്തം ആ ഭയമുണ്ടായത്. എല്ലാ ദിവസവും ദൈവം തമ്പുരാൻ വൈകുന്നേരത്ത് തോട്ടത്തിലോട്ട് വരുമ്പോൾ എന്റെ ഭാഷ പറയാ, ആ സ്തോത്രം കുഞ്ഞന്നാമ്മയും അയച്ചനും കൂടെ നടന്നു ചെല്ലുമായിരുന്നു. അപ്പൊ തോട്ടത്തിലെ ദൈവത്തിന്റെ കാലൊച്ച ശബ്ദം കേൾക്കുമ്പോ പറയും, അച്ഛാ വന്നു പാ, ഓടി ചെല്ലുമായിരുന്നു. അങ്ങനെ 3 പേരും കൂടെ തോട്ടത്തിൽ. പക്ഷേ പാപം ചെയ്ത് കഴിഞ്ഞ് ദൈവം തോട്ടത്തിലേക്ക് വരുന്ന നടക്കുന്ന കാലൊച്ചയുടെ ശബ്ദം കേട്ടപ്പോൾ ഭയമായി. മരത്തിന് മറഞ്ഞിരുന്നു. ഭയമുണ്ടായി. മരണം വന്നു, ശാപമുണ്ടായി, പാപമുണ്ടായി, ഭയമുണ്ടായി. ഞാനധികം വിവരിക്കുന്നില്ല. ഇതിൽ ഈ പാപത്തിന്റെ പരിണിത ഫലമാ തേജസ് പോയി. തേജസ് പോയത് കൊണ്ടാണല്ലോ നാണം തോന്നിയത്, നഗ്നരെ നിറഞ്ഞത്. അപ്പൊ പിന്നെ പെട്ടെന്ന് ക്ഷണത്തിൽ ചെയ്ത പരിപാടി അത്തിയല കൂട്ടിത്തുന്നി അരയാട് കൊണ്ടാക്കി. അത് അത്ര സക്സസ് ആയില്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോ ഇയാൾ എന്തിനാ ഇംഗ്ലീഷ് പറയുന്നതൊക്കെ ഞാൻ ഒരെണ്ണം എന്ന് പറയട്ടെ. പിന്നെ ഒരു ദിവസത്തെ യോഗമല്ലേ, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ.
അപ്പൊ പാപം ചെയ്തത് കൊണ്ട് അരയാട ഉണ്ടാക്കി വിജയിച്ചില്ല, ഇന്ന് വരെ വിജയിച്ചിട്ടില്ല. തുണിക്കട കയറി തുണി എടുത്തച്ച് തൃപ്തിയായിട്ട് ഇന്ന് വരെ നീ പോന്നിട്ടുണ്ടോ? വീട്ടിൽ വന്ന് പിന്നെ ഇതില് നല്ലത് ആദ്യം കണ്ടതാ. ഓ ഇനിയും അച്ഛാ, ഇനിയും കടയെ കൊണ്ട് കൊടുത്താൽ അവർ മാറി തരുമോ? കുന്താൻ നീ 2.5 മണിക്കൂർ തന്നെ അവിടെ ഇരുത്തിയച്ചു. ഞാൻ ഷർട്ടും പാൻറ്റും എടുത്ത് അവിടെ നിന്ന് എടുത്ത് എല്ലാം ഇട്ട് നോക്കി വെച്ചാ വീട്ടിൽ വന്ന് പിന്നെ ഒന്നുകൂടെ നിലക്കണ്ണാടിയുടെ മുന്നിൽ വന്ന് നോക്കി ഇച്ചിരിയും കൂടെ അല്ലേ തൃപ്തി വരുന്നുണ്ടോ? സത്യം പറ. ചെല്ല് പറയുന്നല്ലേ, മോളി ഈ സാരി അങ്ങെടുത്തു. എന്നെ അമ്മമ്മേ, ഓ ഞാനേ ഇഷ്ടപ്പെട്ടെടുത്ത, പക്ഷെ എനിക്ക് ഒന്നെടുത്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ സത്യം പറ, നെഞ്ചത്ത് കൈവച്ച് സത്യം പറ അല്ലേ. പണ്ട് ഞങ്ങളുടെ 2 സഹോദരിമാരെ പണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ, 2 എണ്ണം തുണി എടുക്കാൻ പോയി, കൂടെ അച്ചായനുമുണ്ട്. അച്ചായനെ താഴെ ഇരുത്തി, അയാൾ ഇരുന്നിരുന്ന് കുഴഞ്ഞു, 9 കാപ്പി കുടിച്ചു. കുത്തിയിരുന്ന് കുടിക്കുക. ഇതുങ്ങൾ മേലോട്ട് കയറി പോയിരിക്കുക തുണിയെടുത്തിട്ട് എങ്ങും തള്ളക്ക് ബോധിക്കുന്നില്ല. അവസാനം ആ സെയിൽസ്മാനും അങ്ങ് കുഴഞ്ഞു. അതിങ്ങെടുക്കാൻ പറഞ്ഞു, അതിങ്ങെടുക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന തുണി മുഴുവൻ ഇവർക്ക് ബോധിക്കുന്നില്ല, ഒക്കുന്നില്ല. പിന്നെ ഇവർ ചോദിച്ചു, ഇനിയുണ്ടോടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉണ്ട്, ഇനി എൻ്റെ ഈ തുണിയാ, ഇത് ഞാൻ ഉരിയത്തില്ലെന്ന് പറഞ്ഞു. എന്നാ പ്രശ്നമുണ്ടായില്ല, ഇനി ഞാൻ തൃപ്തി വരുന്നില്ലല്ലോ. എത്ര ഉടുത്തിട്ടും നിനക്ക് എത്ര സാരി ഉണ്ട് എന്നിട്ടും തൃപ്തി വരുന്നുണ്ടോ? എത്ര ചുരിദാറുണ്ട് തൃപ്തി വരുന്നു? എത്ര ഷർട്ടുണ്ട് എന്നിട്ടും അടുത്തൊരാൾ ഇട്ടോണ്ട് ഒരു നോട്ടോ ഇരിപ്പും കാണണം? എത്ര സാരി ഉണ്ട്? കാഞ്ചീപുരം ഉണ്ട്, കോട്ടൺ ഉണ്ട്, ബനാറസ് ഉണ്ട്, പിന്നെ ഏതാ അമ്മാമേ? ഏതാ? പോളിസ്റ്റർ. പിന്നെ ഇവൻ മൂപ്പ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എത്ര ടൈപ്പ്, ഏതെല്ലാം പട്ടുസാരി എത്ര എണ്ണം ഉണ്ട്, എന്നിട്ടും തൃപ്തി വരുന്നില്ലല്ലോ. അതെന്നാ കാരണം? ആരുടെ കുഴപ്പമാണെന്ന് പറയുന്നില്ല, പാപം പ്രവേശിച്ചത് കൊണ്ട് ആ ദൈവതേജസ് നഷ്ടപ്പെടുത്തി ഇന്ന് വരെ അതിന് തൃപ്തി വന്നിട്ടില്ല. എന്നാൽ ഇതിന് തൃപ്തി വരുത്തുവാൻ കഴിവുള്ളവനാ ക്രിസ്തു. അവൻ പ്രൈസ് ദ ലോർഡ്. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുന്ന ഒരു സുതനമുണ്ട്. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുന്ന ഒരു സുതനം വരും. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം ചേർന്ന് പറ. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ അപാകത മാറി, ഈ പാളിച്ച മാറി വന്ന് യേശുവിന്റെ തിരുമരണത്താൽ നമുക്ക് തേജസ് ലഭിക്കുക. പാപത്തിന്റെ ചതുക്കുടിയാൽ, പാപത്തിന്റെ ശക്തിയാൽ, പാപത്തിന്റെ വഞ്ചനയാൽ മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയ തേജസ്, തേജോ പൂർണ്ണനായ തേജസ്സിൽ, മഹിമയുള്ള തേജസ്സിൽ അവൻ പ്രകാശിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ കിട്ടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാലം ഏറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ.
ഞാൻ അത്ഭുത മന്ത്രി എന്നുള്ള ഒരു കാര്യം കൂടെ പറയണമെന്ന് ഉദ്ദേശിച്ചെങ്കിലും ഇന്ന് അതിന് തുനിയുന്നില്ല. ഒരു പോയിന്റ് കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടം, നമുക്ക് ലഭിച്ച ശ്രേഷ്ഠത, ഉപകാരം, നേട്ടം, ഒന്ന് ആമേൻ സ്തോത്രം, ഭയം മാറി. രണ്ട്, നമുക്കൊരു രക്ഷിതാവിനെ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു രക്ഷകനെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പോൾ പറയുക, നമ്മുടെ മൂന്ന് ഇരുട്ട് മാറി. സ്തോത്രം. 4 തേജസ് ലഭിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കങ്ങ് നിർത്താം, മറ്റേ പോയിന്റിലോട്ട് വരുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞങ്ങ് ഈ ഭാഗത്ത് നിന്ന് 5 യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന 5ാമെന്ന നേട്ടം, നമുക്ക് സന്തോഷമുണ്ടായി. അതല്ലേ അവിടെ വായിക്കുന്നത്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സന്തോഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ തിരുപ്പിറവിയാൽ, യേശുവിന്റെ തിരുജനനത്താൽ മനുഷ്യവർഗത്തിന് കൈവന്ന 5ാമത്തെ നേട്ടം, നമുക്ക് മഹാസന്തോഷം. വെറും സന്തോഷമല്ല, മഹാസന്തോഷം. ഈ ഭൂമിയിൽ ആനന്ദിക്കാൻ കഴിവുള്ളവരും ആനന്ദിക്കാൻ യോഗ്യരും സന്തോഷിക്കാൻ പ്രാപ്തരും മറ്റാരുമല്ല, വേറുപെട്ട ദൈവമക്കളാ. ഒന്നുകൂടെ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. കാരണം യേശു ഉള്ളത്തിൽ വന്നു. അവൻ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷമുണ്ടായി. ക്രിസ്തു നമ്മുടെ സമാധാനം. പണ്ട് കാലത്ത് സന്തോഷിക്കാനൊന്നും ഒക്കത്തില്ല, ചിരിക്കാൻ പോലും ഒക്കത്തില്ല, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാ. ഇപ്പോൾ ഈ ലോകത്തിൽ കൂടുതൽ സന്തോഷിക്കുന്നത് വേർപെട്ട ദൈവമക്കളാ. പൗലോസ് കർക്കശമായി പറയുന്നത്, കർത്താവിൽ സന്തോഷിക്കേ. സന്തോഷിപ്പിനെന്ന് പിന്നെ നിങ്ങളോട് പറയുക. ഈ ചിലര് ധരിക്കുന്നത് സന്തോഷിക്കുന്നതെല്ലാം പാപമാണ്. ആ നാളുകളിൽ അവൻ ആനന്ദിച്ച് പറഞ്ഞെന്ന. സന്തോഷിക്കണം. സന്തോഷത്തിന്റെ പ്രത്യക്ഷവും പരോക്ഷമായ തെളിവാ ചിരി. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് വേറെ വിഷയമാണ്. ചിരിക്കണം, സന്തോഷിക്കണം, കരയേണ്ട സമയത്ത് കരയണം. മാനസാന്തരത്തിന്റെ ദുഃഖമാണ്, അതും നല്ലതാണ്. ആനന്ദിക്കേണ്ട സമയത്ത് ആനന്ദിക്കണം. ഈ ലോകത്തിൽ സന്തോഷിക്കാൻ വക ദൈവമക്കൾക്കാണ്. അതന്നെ ജീവിച്ച ക്രിസ്തുവിന്, മരിച്ച ലാഭം. ഏതോ ഭാരപ്പെടാനാ. ദൈവത്തിന് മഹത്വം. അവൻ നമ്മുടെ സന്തോഷത്തിന്റെ വിശേഷത സങ്കീർത്തനക്കാരൻ പാടി, ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നെന്ന് എന്ന് പറഞ്ഞാൽ, വലിയ കോടിക്കണക്കിന് കാശുള്ള വീട്ടിലെ കൊച്ചമ്മയെക്കാളും സന്തോഷം ചില സാധുക്കളായ സഹോദരിമാർക്കാണ്. 10 കോടി വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞന്നാമ്മ 55,000 കാഞ്ചീപുരം അടുത്തൊരു കസാര നിറച്ചിരിക്കുക, അനങ്ങാൻ പോലും മേല. ഇന്ന് വരെ കുഞ്ഞന്നാമ്മയ്ക്ക് ചിരിക്കാൻ പോലും, കാരണം ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോൾ, മെഡിക്കൽ കോളേജ് ആ കുഞ്ഞന്നാമ്മ. എല്ലാ വിഭാഗം ഉണ്ട്, ഓർത്തോയും ഉണ്ട്. മിണ്ടുന്നില്ല, എല്ലാം ഉണ്ട്. പുഞ്ചപ്പാടം 10 ഏക്കർ, പക്ഷെ കുഞ്ഞന്നാമ്മയ്ക്ക് കുത്തരിക്കഞ്ഞി കഴിക്കാൻ മേല. ആ കണ്ടവല്ലാരുടെ, അയ്യോ അത് ഞങ്ങളുടെയാണ്. എത്ര ഏക്കറുണ്ട്? ഇവിടെ 10. എന്നാ ഇച്ചിരി ചോറ് തരട്ടെ. അമ്മമ്മയ്ക്ക് പിന്നെ എന്നാ വേണം? എനിക്ക് ഓട്സ് 2 സ്പൂണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണം? പാവയ്ക്ക കാണുമായിരിക്കും. അടുക്കള തങ്കയോട് ചോദിച്ചേ. തങ്ക മീനും ഇറച്ചിയെല്ലാം വെട്ടി അടിക്കുക. കൊച്ചമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത് നിന്നെ പോലെ ഗതികേടുള്ള. മനസ്സിലാകുന്നുണ്ടോ? സ്വത്തല്ല സന്തോഷത്തിന്റെ മാനദണ്ഡം, തൂക്കവുമല്ല, തൂക്കം. എത്രയുണ്ട്? 108. 108 പറഞ്ഞ് മിണ്ടാൻ മറങ്ങാലിക്കാതെ. അന്നേരം 45 നല്ല പക്കി പറക്കും പോലെ പറന്നു പോകുന്നു. അവൻ പക്കി പറക്കുന്ന പോലെ പറന്നു പോകുന്ന 108 നോക്കിയിരിക്കുക വാതൊക്കെ. മനസ്സിലാകുന്നുണ്ടോ? കാശല്ല സന്തോഷത്തിന് അടിസ്ഥാനം, ആരോഗ്യവുമല്ല സന്തോഷത്തിന് അടിസ്ഥാനം, നിന്റെ കായബലവുമല്ല സന്തോഷത്തിന് അടിസ്ഥാനം. സന്തോഷിക്കാൻ കാരണം യേശു ഉള്ളത്തിൽ വന്നതാണ്. യേശു ഉള്ളത്തിൽ വന്നതാ.
അതാ സങ്കീർത്തനക്കാരെ പാടുക, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ. അവർക്ക് ധാന്യമൊക്കെ വർദ്ധിച്ചു, കളപ്പുരയൊക്കെ പാണ്ഡികശാലയൊക്കെ നിറച്ചു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇപ്പൊ ഇഷ്ടം പോലെ വസ്തു, ഏക്കർ, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഏവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകി. അത്തിവൃക്ഷം തളർത്തെന്ന് വരികയില്ല, മുന്തിരിയിൽ ഫലം കണ്ടെന്ന് വരികയില്ല, ഗോശാലകളിൽ കന്നുകാലി കണ്ടെന്നും വരികയില്ല. പക്ഷെ ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ദൈവത്തിൽ ആനന്ദിക്കും, യേശുവിൽ ആനന്ദിക്കും. ഇന്ന് രാത്രി ആനന്ദിക്കുവാൻ, സന്തോഷിക്കാൻ വക ദൈവമക്കൾക്കാ. ഇന്ന് രാത്രി നീ ദൈവമൈതലായി തീരണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, ആ രക്ഷകനാകുന്ന കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. യേശുക്രിസ്തു ഏക രക്ഷകൻ, യേശുക്രിസ്തു ഏക ദൈവം, യേശുക്രിസ്തു ഏക നായകൻ, യേശുക്രിസ്തു ഏക പരിശുദ്ധൻ, യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ. മറിയത്തോട് പ്രാർത്ഥിക്കരുത്, പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കരുത്. ഒരു കിഴക്കിന്റെ പരിശുദ്ധനുമില്ല, വടക്കിന്റെ പരിശുദ്ധനുമില്ല, പടിഞ്ഞാറിന്റെ പരിശുദ്ധനുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ നീയല്ലോ ഏക പരിശുദ്ധൻ, ഒരേ ഒരു മധ്യസ്ഥൻ, യേശുക്രിസ്തു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, ഒരേ ഒരു മധ്യസ്ഥൻ, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു നായകൻ, ഒരേ ഒരു പരിശുദ്ധൻ, ഒരേ ഒരു ദൈവം. ആ ദൈവത്തിൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. നീ രക്ഷിക്കപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് വിശ്വസ്തയോടെ നിൽക്ക്. യേശു വരാറായി, തിരുസഭയെ ചേർക്കാറായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവർ വരും. ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശുവിന്റെ തിരുജനനത്താൽ ഒന്ന് ഭയം മാറി, രണ്ട് നമുക്കൊരു രക്ഷകനെ കിട്ടി, മൂന്ന് ഇരുട്ട് മാറി, സ്തോത്രം, നാല് അവൻ തേജസ് ലഭിച്ചു, അഞ്ച് നമുക്ക് സന്തോഷമുണ്ടായി. ഇന്ന് രാത്രി ഇത് പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിനക്ക് നല്ല അവസരം ദൈവം തരിക. ഇന്ന് രാത്രി സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഇന്ന് രാത്രി യേശുവിനെ ഏറ്റെടുക്ക. ഒരു വാക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിയില്ലേ. കൈവക്കാൻ ഞാൻ പറയുന്നില്ല, എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ പറയുന്നില്ല, മുൻപോട്ട് വരാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല. എന്നാൽ എന്നോട് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തെ മോചിക്കണം, അവിടുന്ന് എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം, എന്റെ ഭയത്തെ മാറ്റിത്തരണം, അവിടുന്ന് എന്റെ രക്ഷകനായി തീരണം, അവിടുന്ന് എന്റെ ഇരുട്ട് മാറ്റിത്തരണം, അവിടുന്ന് എനിക്ക് തേജസ് നൽകണം, അവിടുന്ന് എനിക്ക് നിത്യ സന്തോഷം നൽകണം. എന്നെ അതിനായി സമർപ്പിക്കുന്നു. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളോട് ഒരു കാര്യം കൂടെ പറയാം. യേശു വരാറായി. ആ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. നാം നിത്യതയിൽ കാണണം. അതിനായിട്ട് ഈ ശുശ്രൂഷ, ഈ യോഗം ഇടയാക്കട്ടെ. എന്നെ ക്ഷണിച്ചവർക്ക് നന്ദി, ഈ ഭവനത്തിലുള്ളവർക്ക് നന്ദി, വിശേഷിച്ച് ദൈവസഭയ്ക്കും ശുശ്രൂഷകനും ചുമതലപ്പെട്ടവർക്കും നന്ദി. നമ്മുടെ പത്തനംതിട്ട സോമച്ചാൻ വിളിച്ചത് വന്നിട്ടുണ്ടോ? അയന്നെ എന്നാലും നിങ്ങൾ വന്നല്ലോ, അത് വലിയ കാര്യം മതി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കൂടെ ദൈവസന്നിധി സമർപ്പിക്കാം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകൾ വെച്ച് പാടി ആരാധിച്ച് നമുക്ക് അങ്ങ് പിരിക്കാം. സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്ക് കിടുമേ. ആമേൻ. സത്യവചനം കേട്ടു നിവാ, ചേർന്ന് നിത്യജീവൻ നിനക്ക് കിടുമേ. ഓ, നിന്നൊരു ജീവ പുസ്തകത്തിൽ എഴുതിടുമേ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ ഭയക്കും നിന്നെ. ഓ, ഉലകമായ അഴകു സമം
രക്ഷകനെ വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നിലം പോരുളും ആമേൻ കണ്ടിടുമോ ഉടയവരും ഓ കെട്ടിയ വീടും നിലം പോരുളും ആമേൻ കണ്ടിടുമോറ്റോരുടയവരും കൂടുവിട്ടു ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമോ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയും മാറാത്ത എല്ലാ ബലഹീനവും ചേർന്ന് തീരാത്ത കൈയടിച്ച് ചേർന്ന് മാറാത്ത എല്ലാ ബലഹീനവും ഓ ഓര കുരിശിൽ ചുമന്നു നിന്നെ ഓ സൗഖ്യമാക്കി അടിപ്പിണരാ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം ആമേൻ അകുണമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം ഗോരി അകുണമ്പാതെ മയക്കും നിന്നെ. ഓ മരണം ഒരു നാൾ വന്നിടുമേ മറക്കാതെ രക്ഷകനെ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ സത്യവചന കേട്ടു നീ വാ നിത്യജീവൻ നിനക്ക് ഇടുവേ. സത്യവചന കേട്ടു നീ വാ നിത്യജീവൻ നിനക്ക് ഇടുവേ. ഓ നിൻപേരു ജീവ പുസ്തകത്തിൽ ഉണ്മയാണെന്ന് എഴുതിയിടുവേ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ധാരധാര വൈഡമാല ധാരധാര ഓ രോഗബന്ധനങ്ങൾ അധികത്തെ ഭീതികൾ മാറട്ടെ ചിത്തഭ്രമങ്ങൾ മാറട്ടെ നിരാശകൾ മാറട്ടെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ദൈവത്തിന്റെ വെളിച്ചത്താൽ ദൈവശക്തി ദൈവത്തിന് മകിത്തം 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 യേശുവിന്റെ ഓ ജീസസ് കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. ആമേൻ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ചേർന്ന് പാടിയാട്ടെ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓർക്കുന്ന സമയത്ത് എളിയവനെയും കുടുംബത്തെയും തിരുവല്ലാലിന്റെ കൂട്ടായ്മയുണ്ട് ഹെബ്രോൻ സഭ ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു.